السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസകാര്യങ്ങൾ വിശദീകരിച്ച റിസാലയായ ഉസൂലുസ്സുന്ന എന്നതാണല്ലോ കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ വായിച്ചു തുടങ്ങിയിട്ടുള്ളത്. ആദ്യ ആഴ്ചയിൽ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമായ സ്വഹാബികളുടെ മാർഗം പിൻപറ്റുക എന്നുള്ളതും അതുപോലെ അതിനെതിരായിട്ടുള്ള മുഴുവൻ ബിദ്അത്തുകളെയും ഒഴിവാക്കുക എന്നുള്ള വളരെ അടിസ്ഥാനം നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ബിദ്അത്തിന്റെ ആളുകളോട് നാം സ്വീകരിക്കേണ്ട രണ്ട് സമീപനങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഒന്ന്, അവരോട് തർക്കിക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ രീതിയിൽപ്പെട്ടതല്ല. രണ്ട്, അത്തരക്കാരുമായി ഇടകലർന്നിരിക്കുക എന്നുള്ളത് അവരോടൊപ്പമുള്ള ഇരുത്തവും അത് പാടില്ലാത്തതാണ് എന്ന് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറഞ്ഞത് നമ്മൾ വായിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു. അതിനുശേഷം സഹോദരങ്ങളെ, അടുത്തതായി അദ്ദേഹം സംസാരിക്കുന്ന വിഷയം മൻസിലത്തു സുന്നഹ് വ അലാഖതുഹ ബിൽ ഖുർആൻ, സുന്നത്തിന്റെ സ്ഥാനത്തെ കുറിച്ചിട്ടാണ്. അതുപോലെ സുന്നത്തിന് ഖുർആനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് അദ്ദേഹം പിന്നീട് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, വസ്സുന്നത്തു ഇൻദനാ ആഥാറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അടുക്കൽ സുന്നത്ത് എന്നാൽ നാം വിശ്വസിക്കേണ്ട, പിൻപറ്റേണ്ട, തെളിവായി സ്വീകരിക്കേണ്ട സുന്നത്ത് എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ട ആഥാറുകളാണ്. അഥവാ അവിടുത്തെ സംസാരങ്ങളും അവിടുത്തെ പ്രവൃത്തികളും അതുപോലെ അവിടുന്ന് സ്വഹാബത്തിന് നൽകിയിട്ടുള്ള മൗനാനുവാദങ്ങളുമാണ് നമ്മുടെ അടുക്കൽ സുന്നത്ത് എന്ന് വെച്ചാൽ. ആ സുന്നത്തിനെ കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം അദ്ദേഹം ശേഷം പറയുന്നു, വസ്സുന്നതു തുഫസ്സിറുൽ ഖുർആൻ വഹിയ ദലായിലുൽ ഖുർആൻ. സഹോദരങ്ങളെ, സുന്നത്ത് അതിന് ദീനുൽ ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. അത് വഹിക്കുന്ന സ്ഥാനം എന്ന് വെച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ ഖുർആനിനുള്ള വിശദീകരണമായിട്ടാണ് അല്ലാഹു തആല സുന്നത്തിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെടുന്ന സംസാരവും പ്രവർത്തനവും അവിടുന്ന് മൗനാനുവാദങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഖുർആനിന്റെ വിശദീകരണമായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാഹു ഖുർആനിൽ വിശദീകരിക്കുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുക, അല്ലാഹു ഖുർആനിൽ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളത് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ച ദൗത്യത്തിൽപ്പെട്ടതാണ്. അല്ലാഹു പറഞ്ഞല്ലോ, ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്. ഇതാ തീർച്ചയായും സത്യം കൊണ്ട് ഈ വേദഗ്രന്ഥം നാം താങ്കൾക്ക് ഇറക്കി നൽകിയിരിക്കുന്നു. ലിതഹ്കുമ ബൈനന്നാസി ബിമാ അറാകല്ലാഹ്. അല്ലാഹു താങ്കൾക്ക് കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ അത് മുഖേന ജനങ്ങൾക്കിടയിൽ താങ്കൾ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി. ലിതഹ്കുമ ബൈനന്നാസി ബിമാ അറാകല്ലാഹ്. അല്ലാഹു തആല കാണിച്ചു കൊടുത്തിട്ടുള്ള, അല്ലാഹു ഇറക്കി നൽകിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. അവിടുന്ന് സ്വന്തമായി അഭിപ്രായം പറയാറില്ല. വമാ യൻതിഖു അനിൽ ഹവ. തന്റെ ദേഹേച്ഛക്ക് തോന്നുന്നത് പോലെ അവിടുന്ന് സംസാരിക്കുമായിരുന്നില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. അവിടുന്ന് സംസാരിക്കുന്നത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ വഹിയാണെങ്കിൽ അതുപോലെ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചതും വഹിയു മാത്രമാണ്, അവിടുത്തേക്കുള്ള അഭിപ്രായമല്ല. ഖുർആനിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അഭിപ്രായമല്ല, മറിച്ച് അല്ലാഹു തആല കാണിച്ചു കൊടുത്ത, പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നോക്കൂ, സൂറത്തു നഹ്ലിൽ അല്ലാഹു തആല പറഞ്ഞു, വഅൻസൽനാ ഇലൈക ദിക്ർ. ഇതാ ഞാൻ താങ്കൾക്ക്
ഇതാ നാം താങ്കൾക്ക് ദിക്റിനെ, ഖുർആനിനെ ഇറക്കി നൽകിയിരിക്കുന്നു, ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്കത് വ്യക്തമാക്കി നൽകുന്നതിന് വേണ്ടി. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രീതി എന്ന് പറഞ്ഞാൽ അതിൽ ചില കാര്യങ്ങൾ അല്ലാഹു തആല മുജ്മലായിട്ടാണ് പറയുക, മൊത്തമായിട്ടാണ് പറയുക. പൂർണ്ണ വിശദീകരണങ്ങൾ നൽകുക എന്നുള്ളത് ഖുർആനിന്റെ പൊതുവെയുള്ള രീതിയിൽപ്പെട്ടതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ചും അഹ്കാമുകൾ, കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളും മറ്റും അതിന്റെ പൂർണ്ണരൂപം അല്ലാഹു തആല ഖുർആനിൽ വിശദീകരിക്കുകയില്ല. മൊത്തമായിട്ടാണ് കാര്യങ്ങൾ കൽപ്പിക്കുക. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്കത് വ്യക്തമാക്കി നൽകുമെന്നുള്ളതാണ്. മാ നുസില ഇലൈഹിം, താങ്കൾക്ക് അവർക്ക് ഇറക്കിയിട്ടുള്ള കാര്യങ്ങൾ, ജനങ്ങൾക്ക് അല്ലാഹു തആല ഇറക്കിയിട്ടുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു പറഞ്ഞു, വമാ അൻസൽനാ അലൈക്കൽ കിതാബ്, താങ്കൾക്ക് ഞാൻ വേദഗ്രന്ഥം ഇറക്കിയിട്ടില്ല, ഇല്ലാ ലിതുബയ്യിന ലഹുമുല്ലദി ഇഖ്തലഫൂ ഫീഹി, അവരഭിപ്രായ വ്യത്യാസത്തിലായ വിഷയങ്ങളിൽ താങ്കൾ അതിന് വ്യക്തത നൽകുന്നതിന് വേണ്ടിയിട്ടല്ലാതെ എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സുന്നത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിശദീകരിച്ചിട്ടുള്ള, ഖുർആനിൽ അല്ലാഹു സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സുന്നത്തുകൾ ഇറക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും, ഖുർആനും സുന്നത്തും നമ്മൾ ഒരുപോലെ മനസ്സിലാക്കേണ്ട, ഒരുപോലെ പ്രമാണമായി സ്വീകരിക്കേണ്ട കാര്യമാണ്. ചില കാര്യങ്ങൾ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ സുന്നത്തിലും പരാമർശിച്ചിട്ടുണ്ടാകും. ഉദാഹരണത്തിന് നിസ്കരിക്കാനുള്ള കൽപ്പന അല്ലാഹു തആല ഖുർആനിൽ കൽപ്പിച്ചിട്ടുള്ളതാണ്, വഅഖീമുസ് സലാ. എന്നാൽ അതുപോലെ തന്നെ ഹദീസുകളിലും നിസ്കരിക്കാനുള്ള കൽപ്പന, നിസ്കാരം ദീനിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട, അതിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ് പോലെയുള്ള കൽപ്പനകൾ ഹദീസിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഖുർആനിലും ഹദീസിലും ഒരുപോലെ കൽപ്പനകളുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ചില കാര്യങ്ങൾ സഹോദരങ്ങളെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മൊത്തമായി പറയുകയും, നേരത്തെ പറഞ്ഞതുപോലെ മുജ്മലായി പറയുകയും, പിന്നീട് അതിന്റെ തഫ്സീൽ, വിശദീകരണങ്ങൾ ഹദീസിലൂടെ നൽകുകയുമാണ്. ഇപ്പൊ നിസ്കാരം അല്ലാഹു ഖുർആനിൽ കൽപ്പിച്ചു, പക്ഷെ അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നുള്ളതിന്റെ കൃത്യത, അതിന്റെ പൂർണ്ണ വിശദീകരണം ഹദീസുകളിലാണുള്ളത്. നിസ്കാര രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ടാണ് അവിടുന്ന് പറഞ്ഞത്, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങൾ ഞാൻ എപ്രകാരം നിസ്കരിക്കുന്നത് കണ്ടുവോ അതുപോലെ നിസ്കരിക്കുക എന്നുള്ളത്. അള്ളാഹു ഖുർആനിൽ നിസ്കാരത്തോടൊപ്പം ഒക്കെ ഹജ്ജിനെ കുറിച്ച്, സക്കാത്തിനെ കുറിച്ച് കൽപ്പിക്കുകയുണ്ടായി. പക്ഷെ സക്കാത്തിന്റെ തോത് എത്രയാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് സക്കാത്ത് നൽകേണ്ടത്, ഏതിനൊക്കെ നൽകേണ്ടതില്ല തുടങ്ങി പൂർണ്ണമായ വിശദീകരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ വിശദീകരിക്കുകയാണ്. അപ്പോൾ ഹദീസുകളില്ലാതെ ഖുർആനിനെ മനസ്സിലാക്കുക എന്നുള്ളത് ശരിയല്ല, അത് പിഴച്ച ആളുകളുടെ മാർഗമാണ്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ അവർ വിശ്വസിക്കുന്നത് വസ്സുന്നത്തു തുഫസ്സിറുൽ ഖുർആൻ വഹിയ ദലായിലുൽ ഖുർആൻ, സുന്നത്ത് ഖുർആനിനെ വിശദീകരിക്കുന്നതാണ്, ഖുർആനിന്റെ കാര്യങ്ങൾക്ക് വ്യക്തത നൽകുന്നതാണ് സുന്നത്ത് എന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. അതുകൊണ്ട് സുന്നത്തിന് ആവശ്യമില്ല എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്ത് എല്ലാവരും ഒരുമിച്ച് മനസ്സിലാക്കിയതുപോലെ തന്നെ അഹ്ലുസുന്നത്ത് അല്ല, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ്. ഒരാൾ പറയുകയാണ് ഹദീസിന്റെ ആവശ്യമേ ഇല്ല, ഖുർആൻ എനിക്ക് മതിയായതാണ് എന്ന് പറഞ്ഞ് മുഴുവൻ നേരം ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നു, ഖുർആൻ കൊണ്ട് ഖുർആനിൽ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷെ ഹദീസ് സ്വീകരിക്കുകയില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ അവൻ കാഫിറാണ്, ദീനുൽ ഇസ്ലാമിൽ പുറത്തു പോയിരിക്കുന്നു. ഈ നമ്മുടെ നാട്ടിൽ മുൻകാലത്തുണ്ടായിരുന്ന, ഇന്ന് കാലഹരണപ്പെട്ടു പോയ ചേകന്നൂരികൾ എന്നറിയപ്പെട്ട ഖുർആനിസ്റ്റുകളെന്ന് സ്വന്തമായി പറഞ്ഞിരുന്ന അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞ ബിദ്അത്തിന്റെ കുഫാറുകളാണ് അവർ. ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകളാണ്. ഇസ്ലാമിൽ യാതൊരു സ്ഥാനവും അവർക്കില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പാടെ നിഷേധിക്കുക, അത് ആവശ്യമില്ല എന്ന് പറയുക എന്നുള്ളത് കുഫ്രായ കാര്യമാണ്. അല്ലാഹു തആല ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. വഅതിഉല്ലാഹ് വഅതിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. ശേഷം അദ്ദേഹം പറയുന്നു, വലൈസ ഫിസ് സുന്നതി ഖിയാസുൻ വലാ തുദ്റബു ലഹാ അൽ അംസാൽ. അദ്ദേഹം പറയുന്നത് സുന്നത്തിൽ ഖിയാസ് ഇല്ല എന്നാണ്. അതിന് നിങ്ങൾ ഉദാഹരണങ്ങൾ കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കരുത് എന്നാണ് പറയുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ വാചകം ഒരുപക്ഷെ
ഖിയാസിനെ കുറിച്ച് പൊതുവെ കേട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു അവ്യക്തത തോന്നിയേക്കാം. ഖിയാസ് ഉണ്ടല്ലോ, ഖിയാസ് നമ്മൾ കേട്ടതല്ലേ, പ്രമാണമായി ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്ന് നമ്മൾ കേൾക്കുന്നതാണല്ലോ. അപ്പോൾ എന്താണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സഹോദരങ്ങളെ, ഇവിടെ അദ്ദേഹം അസുന്ന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനിന്റെ നസ്സുകളെ, വിശിഷ്യ അഖീദയെ ഖിയാസ് ചെയ്തുകൊണ്ട് നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഇതിങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ ആവുകയില്ല എന്ന നിന്റെ ബുദ്ധി കൊണ്ടുള്ള ഖിയാസ് അത് പാടില്ല എന്നാണ് പറയുന്നത്. അഥവാ ഖിയാസ് ബിൽ അഖ്ൽ കൊണ്ടുള്ള ഖിയാസാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അൽ ഖിയാസ് ബിൻ നസ്സ് ശർഈ, ശരീഅത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് അള്ളാഹു ഇറക്കിയ ചില നിയമങ്ങൾ അതനുസരിച്ച് മറ്റു ചിലതിനെ താരതമ്യം ചെയ്ത് പഠിക്കുക, അതനുസരിച്ച് വിധി പറയുക എന്നുള്ളത് അഹ്ലുസുന്നത്ത് വൽ ജമാഅ അംഗീകരിച്ച കാര്യമാണ്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ അല്ലാഹു തആല ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ അപകടമായിട്ടുള്ള ലഹരി വസ്തുക്കളും മയക്കുമരുന്നുകളും അതിന് പ്രത്യേക നസ് ആവശ്യമില്ല. എന്നാൽ ഇന്ന് ലഹരി വസ്തു അത് ഹറാമാണെന്നതിന് പ്രത്യേകം നസ്സിന്റെ ആവശ്യമില്ല. അത് ഖിയാസ് ചെയ്തുകൊണ്ട് പറയുന്നതാണ്. അത് ഹറാമാണെങ്കിൽ ഇതെന്തായാലും ഹറാമാണ് എന്ന പദവിയിലാണ് ഇത് വരുന്നത്. അതുപോലുള്ള ഖിയാസുകളുണ്ട്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാകട്ടെ, ഖുർആനിലുള്ള കാര്യമാകട്ടെ, അത് ഒരാൾ തന്റെ ബുദ്ധി കൊണ്ട് ഖിയാസ് ചെയ്തുകൊണ്ട് അതിനെ തള്ളിക്കളയുക എന്നുള്ള സ്വഭാവം അദ്ദേഹം വലിയൊരു ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾക്കുള്ള വലിയൊരു അടിത്തറയാണ് ഇവിടെ പറയുന്നത്. അതായത് ഹദീസുകളിൽ ചിലത് കാണുമ്പോൾ ചിലർ ബുഖാരിയിലുള്ള ഹദീസാകട്ടെ ഞാൻ പറയുന്നത് എനിക്കത് യോജിക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുൽ മൗത്തിനെ അടിക്കുന്നു, അതെങ്ങനെ ശരിയാകുമെന്നാണ് അയാൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആദം അലൈഹി സ്വലാത്തു വസ്സലാമയോട് സംസാരിക്കുന്നു, അതെങ്ങനെ ശരിയാകുമെന്നാണ് ഇവൻ ചോദിക്കുന്നത്. അവിടെയാണ് പറയുന്നത് അത് നീ ഖിയാസ് ചെയ്യണ്ട. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചത് ഇന്ന കാലഘട്ടമല്ലേ, ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യ മനുഷ്യനല്ലേ, ആയിരക്കണക്കിന് വർഷങ്ങൾക്കുള്ള വ്യത്യാസമുണ്ടാകാമല്ലോ, അതാണ് നിന്റെ ഖിയാസ്. ആ ഖിയാസ് ഇവിടെ പാടില്ല. നീ ദുനിയാവിൽ നീ ചിന്തിക്കുന്ന ഖിയാസുകൾ ഇവിടെ പാടില്ല. അല്ലെ, ഖിയാസ് എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ചിന്തയിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ ആകുമല്ലോ അത് എന്ന് പറഞ്ഞ് ബുദ്ധി കൊണ്ട് അവൻ ചിന്തിക്കുകയാണ്. ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൊണ്ട് അതിനെ തള്ളിക്കളയുകയാണ്. അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. മറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അസ്ൽ എന്ന് പറയുന്നത് സഹോദരങ്ങളെ നമ്മുടെ ബുദ്ധിക്കല്ല, മറിച്ച് പ്രമാണത്തിനാണ് മുൻഗണന നൽകേണ്ടത് എന്നാണ്. അന്നഖ്ലു യുഖദ്ദമു അലൽ അഖ്ൽ, നഖ്ലിനെ ശരീഅത്തിൽ നിന്നും സ്ഥിരപ്പെട്ടു വരുന്ന ഹദീസുകളെ ബുദ്ധിയേക്കാൾ നാം മുൻഗണന നൽകണമെന്നുള്ളതാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പറയുന്ന സുന്നത്ത് വല തുദ്റഖു ബിൽ ഉഖൂലി വലൽ അഹ്വാ ഇന്നമാ ഹുവൽ ഇത്തിബാഉ വ തർക്കുൽ ഹവാ. സുന്നത്ത് എന്ന് പറയുന്നത് നിന്റെ ബുദ്ധി കൊണ്ടോ ദേഹേച്ഛകളോ കൊണ്ടോ നീ പിന്തുടരേണ്ട, അതിനെക്കൊണ്ട് നീ അളക്കേണ്ട ഒരു കാര്യമല്ല. ഇന്നമാ ഹുവൽ ഇത്തിബാഉ വ തർക്കുൽ ഹവാ, സുന്നത്തിനെ നീ പിൻപറ്റുക, നിന്റെ ദേഹേച്ഛകൾ അങ്ങ് ഒഴിവാക്കിയേക്കുക. നീ വലിയ ബുദ്ധിമാനാണെന്ന് ചിന്തിച്ചുകൊണ്ട് നിന്റെ ബുദ്ധിക്ക് യോജിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ ഹദീസുകളെ തള്ളുന്നവനാകരുത്. നീ സുന്നത്തിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ തള്ളുന്നവനാവരുത്. മറിച്ച് സുന്നത്ത് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും അസ്സുന്നത്തു ഇൻദന ആഥാറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മാത്രമേ നീ നോക്കേണ്ടതുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടോ ഇല്ലേ എന്ന് മാത്രമേ നീ നോക്കേണ്ടതുള്ളൂ. അത് നോക്കി ശരിവെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ സുന്നത്തിനോട് നീ പൂർണ്ണമായും വിധേയപ്പെടുക എന്നുള്ളതാണ്. ഖുർആനിനോട് വിധേയപ്പെടുന്നത് പോലെ തന്നെ. കാരണം രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ്. നിന്റെ ബുദ്ധിക്ക് ചിന്തിച്ചുകൊണ്ട് ബുഖാരിയിൽ 60 ഹദീസുകൾ തള്ളിയാൽ എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നഷ്ടമെന്നാണ് ഒരു വിവരദോഷി ചോദിച്ചു കളഞ്ഞത്. ബിദ്അത്തുകാരനാണ് അയാൾ, യാതൊരു സംശയവുമില്ല. അഹ്ലുസുന്ന വൽ ജമാഅ ഹദീസുകൾ സ്ഥിരപ്പെട്ടാൽ അത് ബുഖാരിയിലും മുസ്ലിമിലും ആകണമെന്ന് മാത്രമല്ല, ഏത് ഗ്രന്ഥത്തിലാകട്ടെ, ഏത് ഹദീസ് ഗ്രന്ഥത്തിലാകട്ടെ, അതിന്റെ സനദ് പരിശോധിച്ച് അത് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയാൽ സഹോദരങ്ങളെ അതിനോട് തന്റെ ബുദ്ധി അവിടെ മാറ്റിവെച്ച് സമിഅനാ വ അതഅനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിരിക്കുന്നുവോ എങ്കിൽ ഞാനത് അനുസരിച്ചു എന്നാണ്. അതാണല്ലോ സ്വഹാബത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അവിടുന്ന് മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറമിൽ നിന്ന് ആയിരക്കണക്കിന് ഒരു മാസത്തോളം വഴിദൂരമുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക്, ശേഷം അവിടുന്ന് ആകാശത്തിലേക്ക് ഒരൊറ്റ രാത്രിയിൽ യാത്ര ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ കുഫാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുകയുണ്ടായി. മഹാനായ സ്വഹാബത്ത് അബൂബക്കർ സിദ്ദീഖ്,
അവിടുന്ന് ഒരൊറ്റ കാര്യമേ ചോദിച്ചിട്ടുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു എന്നാണ്. പറഞ്ഞു എന്ന് അദ്ദേഹത്തിന് കേൾക്കേണ്ട താമസം, അദ്ദേഹം അത് സ്വീകരിച്ചു. ഇതായിരിക്കണം മുസ്ലിമീങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ രീതിശാസ്ത്രം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ നാം അത് ഒഴിവാക്കി കളയും. അങ്ങനെ പറഞ്ഞാൽ നാം അതുപോലെ അനുസരിക്കും. അതാണ് അദ്ദേഹം പറഞ്ഞത്, വല തുദ്രികു ബിൽ ഉഖൂലി വലൽ അഹ്വാ. അത് നിന്റെ ബുദ്ധി കൊണ്ടോ നിന്റെ ദേഹേച്ഛകൾ കൊണ്ടോ അല്ല നീ പിന്തുടരാൻ ശ്രമിക്കേണ്ടത്. അങ്ങനെയല്ല നീ അതിനെ ഗ്രഹിക്കാൻ ശ്രമിക്കേണ്ടത്. ഇന്നമാ ഹുവൽ ഇത്തിബാ വതർകുൽ ഹവാ. നീ നിന്റെ ദേഹേച്ഛകൾ ഒഴിവാക്കിക്കോളൂ, നീ സുന്നത്തിനെ പിൻപറ്റാൻ തയ്യാറായിക്കോളൂ എന്നാണ്. അങ്ങനെ നീ നസ്സുകളെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ നസ്സുകൾ, ആ സുന്നത്തുകൾ നിന്റെ ബുദ്ധിക്ക് വെളിച്ചം നൽകും. നീ കൂടുതൽ ബുദ്ധിയുള്ളവനായി തീരുകയാണ്, നീ കൂടുതൽ ബുദ്ധിയുള്ളവനായി തീരും. മഹാന്മാരായ പണ്ഡിതന്മാരത് പറഞ്ഞത് കാണാൻ സാധിക്കും. അസ്സുന്നത്തു തുനീറുൽ അഖ്ല വതുസ്ലിഹുൽ അഖൽ. സുന്നത്ത് എന്ന് പറയുന്നത് നിന്റെ ബുദ്ധിക്ക് വെളിച്ചമേകുകയും നിന്റെ ബുദ്ധിയെ നന്നാക്കുകയും ചെയ്യും. എന്നാൽ നീ സുന്നത്തുകളെ തള്ളിക്കൊണ്ട് നിന്റെ ബുദ്ധിയെ മുൻകടന്നാൽ, നീ ബുദ്ധിക്ക് പ്രമാണം കൊടുത്താൽ നീ സുന്നത്തിനോടും ബുദ്ധിക്കുമെതിരായവനാണ് എന്നുള്ളതാണ്. നോക്കൂ, മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ലൈസ ഫി സുന്നത്തി ഖിയാസുൻ. സമാനമായ വാക്കാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ ഈ വാക്കിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, ലൈസ ഫി സുന്നത്തി ഖിയാസുൻ വലാ യുദ്റബു ലഹൽ അംസാൽ വലാ തുദ്റകു ബിൽ ഉഖൂൽ. ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറയുകയാണ്, ഇത് ഇമാം അഹ്മദിന്റെ മാത്രം വാക്കല്ല. ഹാദാ ഖൗലുഹു വ ഖൗലു സായിരി അഇമ്മത്തിൽ മുസ്ലിമീൻ. ഇത് ഇമാം അഹ്മദിന്റെ വാക്കാണ്, മുസ്ലിമീങ്ങളുടെ മുഴുവൻ അഇമ്മത്തിന്റെയും വാക്കാണ്. ലിഅന്നഹും മുത്തഫിഖൂന അലാ അന്നമാ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുദ്രികുഹു കുല്ലു നാസി ബിഖൂലിഹിം. കാരണം അവരെല്ലാവരും ഏകോപിച്ചിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങൾ എല്ലാ ആളുകൾക്കും അവരുടെ ബുദ്ധി കൊണ്ട് അത് മനസ്സിലാക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ഇനി വലൗ അദ്റകുഹു ബിഖൂലിഹിം, അവർക്ക് അവരുടെ ബുദ്ധി കൊണ്ടെല്ലാം സാധിക്കുമെന്നാണെങ്കിൽ ലസ്തഗ്നൗ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർക്ക് പിന്നെ റസൂലിന്റെ ആവശ്യമില്ലല്ലോ. എന്തിനാണ് റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്? മനുഷ്യർക്ക് അതെല്ലാം ചിന്തിച്ചു മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. ഖുർആനിൽ അല്ലാഹു തആല ഇറക്കിയ മുഴുവൻ കാര്യങ്ങളെയും മനസ്സിലാക്കാൻ, ഗ്രഹിക്കാനുള്ള ബുദ്ധി ആളുകൾക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ അല്ലാഹു നിശ്ചയിച്ചതിന്റെ പിന്നിലുള്ള ഒരു കാര്യം അത് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് അവിടുത്തെ ബാധ്യത എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. ശേഷം സഹോദരങ്ങളെ, ഈ ഒരു അടിസ്ഥാനം മനസ്സിലാക്കിയാൽ, ശറഇൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ നിന്റെ ബുദ്ധിക്ക് അതിന് സ്ഥാനമില്ല, മറിച്ച് ശറഇനാണ്, ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതിനാണ് നീ മുൻകടക്കേണ്ടത് എന്ന അടിസ്ഥാനം മനസ്സിലാക്കിയാൽ നീ ഇതാ ശേഷം പറയുന്ന കാര്യങ്ങളെല്ലാം നിനക്ക് എളുപ്പമാണ്. അത് നീ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ശേഷം പറയുന്ന ഓരോ കാര്യങ്ങളും ഉസൂലു സുന്നയുടെ വിശ്വാസ കാര്യങ്ങളുടെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഓരോന്നിലും നീ പിഴച്ചു പോകുന്നതായിരിക്കും. അതുകൊണ്ട് ഈ അടിസ്ഥാനം നീ ശരിയാക്കിയാൽ ശേഷം പറയുന്ന കാര്യങ്ങളെല്ലാം ഓരോന്നും നിനക്ക് ശരിയാക്കാൻ സാധിക്കും. പിന്നീട് സഹോദരങ്ങളെ, അദ്ദേഹം വിശദീകരിക്കുന്നത് ഖദറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അദ്ദേഹം പറയുന്നു, ഖല റഹിമഹുല്ലാ വമിനസ് സുന്നത്തിൽ ലാസിമ അല്ലതി തറക മിൻഹാ ഖസ്ല ലം യഖ്ബൽഹാ വയുഅ്മിൻ ബിഹാ ലം യകുൻ മിൻ അഹ്ലിഹാ അൽ ഈമാനു ബിൽ ഖദ്രി ഖൈരിഹി വശർരിഹി വതസ്ദീഖു ബിൽ അഹാദീസി ഫീഹി വൽ ഈമാനു ബിഹാ ലാ യുഖാലു ലിമ വലാ കൈഫ് ഇന്നമാ ഹുവ തസ്ദീഖു വൽ ഈമാനു ബിഹാ. അദ്ദേഹം പറയുകയാണ്, അനിവാര്യമായി നീ പിന്തുടരേണ്ട സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. ആ സുന്നത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം നീ ഉപേക്ഷിച്ചാൽ, നീ അത് സ്വീകരിക്കാതിരിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്താൽ ലം യകുൻ മിൻ അഹ്ലിഹ, നീ അതിന്റെ അഹ്ലിൽ പെടുകയില്ല. അഹ്ലുസുന്ന നിനക്ക് പറയാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള കാര്യത്തിൽപ്പെട്ട ഒന്നാണ് അൽ ഈമാനു ബിൽ ഖദ്ർ ഖൈരിഹി വശർരിഹി. നീ ഖദറിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതിന്റെ നന്മയിലും അതിന്റെ തിന്മയിലും അതിന്റെ ഖൈറിലും അതിന്റെ ഷർറിലും നീ വിശ്വസിക്കുക എന്നുള്ളതാണ്. വത്തസ്ദീഖു ബിൽ അഹാദീസി ഫീഹാ, ഖദറുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹദീസുകളെയും നീ സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. വൽ ഈമാനു ബിഹാ, അതിനെ നീ വിശ്വസിക്കണം. ലാ യുഖാലു ലിമ വലാ കൈഫ്, അങ്ങനെ ഖദറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ, അതങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, എങ്ങനെയാണ് അതിന്റെ രൂപം വരിക, അങ്ങനെ നീ ചോദിക്കാൻ പാടില്ല. ഇന്നമാ ഹുവ തസ്ദീഖു വൽ ഈമാനു ബിഹാ, നിന്റെ മേലുള്ള ദൗത്യം എന്ന് പറയുന്നത് അതെന്താണോ വന്നിട്ടുള്ളത് അത് അതുപോലെ സത്യപ്പെടുത്തുക, അത് വിശ്വസിക്കുക എന്നുള്ളതാണ് എന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഏത് ഗൈബിയായ വിഷയങ്ങളിലും അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് അതാണ്. ഗൈബിയായ അഥവാ നമുക്ക് കാണാൻ സാധിക്കാത്തതായ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തതായ അദൃശ്യമായ കാര്യങ്ങളാണെങ്കിൽ സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ
അവർക്കതിനൊരു നിലപാടുണ്ട്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം കാര്യമാണോ ഉണ്ട് എന്ന് പറയുന്നത് അത് അതുപോലെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. അള്ളാഹു എന്താണോ സ്ഥിരപ്പെടുത്തിയത് അത് അതുപോലെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം കാര്യങ്ങളാണോ ഇല്ല എന്ന് പറയുന്നത്, നിഷേധിച്ചു പറയുന്നത്, അതിനെ നമ്മൾ നിഷേധിക്കുക എന്നുള്ളതാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യമാണോ സ്ഥിരപ്പെടുത്താതെയും നിഷേധിക്കാതെയും ഇരിക്കുന്നത്, അതിൽ നമ്മൾ മൗനം പാലിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഉണ്ട് എന്നോ ഇല്ല എന്നോ നിനക്ക് പറയാൻ പാടില്ല. അള്ളാഹു ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തി പറഞ്ഞത് നമ്മൾ സ്ഥിരപ്പെടുത്തുക, അള്ളാഹു ഇല്ല എന്ന് നിഷേധിച്ചു പറഞ്ഞ് നമ്മൾ നിഷേധിക്കുക. അള്ളാഹു അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നീ മനസ്സിലാക്കിക്കൊള്ളുക, നീ ഉറപ്പിച്ചുകൊള്ളുക, ഈ കാര്യം ഞാൻ അറിയുന്നതിൽ ഒരു ഖൈറുമില്ല. ഈ കാര്യം ഞാൻ അറിയുന്നതിൽ നിന്നും അതിന്റെ പിന്നിൽ ഊളിയിടുന്നതിന്, അതിനെക്കുറിച്ച് ഊളിയിട്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നതിൽ എനിക്കൊരു ഖൈറുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കേണ്ടതായ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്. നമ്മെ നരകത്തിൽ നിന്നും അകറ്റേണ്ടതായ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് അവിടുന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം ശറഇൽ അതിനെക്കുറിച്ച് വിശദീകരണം ഇല്ലെങ്കിൽ നമ്മൾ അതിൽ മൗനം പാലിക്കുക എന്നുള്ളതാണ്. അതിൽപ്പെട്ടതാണ് ഖദറുമായി ബന്ധപ്പെട്ട കാര്യം. ഖദറിനെ കുറിച്ച് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് തന്നെ അതാണ്, ഇദാ ദുക്കിറൽ ഖദർ ഫഅംസികൂ. ഖദറിനെ കുറിച്ച് പറഞ്ഞാൽ ഫഅംസികൂ, നിങ്ങളൊന്ന് പിടിച്ചു വെക്കണം. കാരണം പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടാത്തത് തോന്നിപ്പിച്ചു തരും. പിശാച് പല കാര്യങ്ങളും തോന്നിപ്പിച്ചു തരും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അത് വരിക, അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെയാണ് വരിക? അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു പരീക്ഷണമാണത്. നിങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങൾ വിശദീകരിച്ച് തരാതെ നിങ്ങൾക്ക് അള്ളാഹു പറഞ്ഞതുപോലെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള പരീക്ഷണമാണ്. അത് അള്ളാഹു രഹസ്യമാക്കി വെച്ചിട്ടുള്ള കാര്യമാണ്. അതങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കും. എന്റെ ബുദ്ധിക്കൊന്നും അത് ഉൾക്കൊള്ളേണ്ട യാതൊരു ആവശ്യവുമില്ല. അള്ളാഹു അങ്ങനെ പറഞ്ഞോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു, അത് വിശ്വസിക്കും. അത് വിശ്വസിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഈ പരീക്ഷണത്തിൽ അള്ളാഹുവിനെ നന്നായി ഇബാദത്ത് ചെയ്തവർ. അങ്ങനെയാണ് ആ ഉബൂദിയത്ത് അള്ളാഹു തെളിയിക്കേണ്ടത്. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അതിന് യാതൊരു കാര്യവുമല്ല. അതവിടെ മാറ്റിവെച്ചേക്കുക. എല്ലാ കാര്യങ്ങളും നിന്റെ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. നിന്റെ കണ്ണിന് പരിമിതിയുള്ളതുപോലെ, നിന്റെ കാതുകൾക്ക് പരിമിതിയുള്ളതുപോലെ, നിന്റെ മറ്റെല്ലാ പഞ്ചേന്ദ്രിയങ്ങൾക്കും പരിമിതികൾ ഉള്ളതുപോലെ തന്നെ നിന്റെ അഖ്ലിനും ബുദ്ധിക്കും ഒരു പരിമിതിയുണ്ട്. മനുഷ്യന്മാർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർക്കറിയാം. ഒരു പരിധിന്റെ അപ്പുറത്തേക്ക് കാണാൻ പറ്റുകയില്ല എന്നെല്ലാവരും ഉൾക്കൊള്ളും. ഒരു പരിധിക്ക് അപ്പുറത്തുള്ളതോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞതോ ആയ ശബ്ദ തരംഗങ്ങൾ അവന് കേൾക്കാൻ സാധിക്കുകയില്ല. എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണത്. ഉറുമ്പ് സംസാരിക്കുന്ന നമ്മൾ കേൾക്കാറുണ്ടോ? ആകാശത്ത് പറക്കുന്ന ഫ്ലൈറ്റിലുള്ള സംസാരങ്ങൾ നമ്മൾ ആരെങ്കിലും കേൾക്കാറുണ്ടോ? ഇല്ലല്ലോ. എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നമുക്ക് ചെവിയില്ലേ? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതിന് പരിമിതിയുണ്ട്. അതുപോലെ ബുദ്ധിയുള്ള മനുഷ്യൻ മനസ്സിലാക്കുന്ന കാര്യമാണ്, എന്റെ ബുദ്ധിക്കും ഒരു പരിമിതിയുണ്ട്. അതങ്ങനെ തന്നെ അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതായ കാര്യങ്ങളും അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുണ്ട്. അതതുപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. അതാണ് സഹോദരങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഖദറുമായി ബന്ധപ്പെട്ട കാര്യം സഹോദരങ്ങളെ വിശ്വസിക്കുന്ന സമയത്ത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല അങ്ങേയറ്റം അദലുള്ളവനാണ്, നീതിയുള്ളവനാണ്. ഒരാളോട് പോലും അവൻ അനീതി കാണിക്കുകയില്ല. അല്ലെ, ആളുകൾ ചിന്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ തോന്നുന്ന കാര്യമാണല്ലോ. ചില ആളുകൾ മുസ്ലിമീങ്ങളായി, ചില ആളുകൾ കാഫിറുകളായി. നന്മകളും തിന്മകളും ഒക്കെ അല്ലാഹു തആല പടച്ചതാണ്. അപ്പോൾ അള്ളാഹു എന്നെ നിർബന്ധിച്ചതാണോ, അതല്ല ഞാൻ തന്നെ സ്വന്തമായി ചെയ്തതാണോ നന്മകൾ തിന്മകൾ, ഇങ്ങനെയുള്ള പല അതിനൊക്കെ കൃത്യമായ വിശദീകരണങ്ങൾ സഹോദരങ്ങളെ ഖുർആനിലും സുന്നത്തിലും വന്നത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും സാധാരണക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു, 2-3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ അതെല്ലാം നിങ്ങൾക്ക് ഇല്ലാതായി തീരും. ഒന്ന്, നീ മനസ്സിലാക്കുക, അള്ളാഹു അങ്ങേയറ്റം അദലുള്ളവനാണ്. ഒരു അനീതിയും ഒരാളോടും ചെയ്യുകയില്ല. മുസ്ലിമിനോടും ചെയ്യുകയില്ല, കാഫിറിനോടും ചെയ്യുകയില്ല. അള്ളാഹുവിനെ അവിശ്വസിക്കുന്ന ഒരു കാഫിറിനോടും അള്ളാഹു ഒരു അനീതിയും ചെയ്യുകയില്ല. കാഫിറിന് അള്ളാഹു താല നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നത്, കാലാകാലം നരകത്തിൽ അള്ളാഹു അവനെ ശിക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനീതിയും അതിലില്ല. അള്ളാഹു പരിപൂർണമായ അതിൽ നടപ്പാക്കുന്നവനാണ്.
നീതിയില്ലാത്ത ഒരു കാര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുകയില്ല. രണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെല്ലാം അങ്ങേയറ്റം ഹിക്മത്തുള്ളതാണ്. ഹിക്മത്തില്ലാത്ത അബസായ വ്യതായ ഒരു പ്രവർത്തനങ്ങളും അള്ളാഹു തആലക്കില്ല. പൂർണ്ണമായ ഹിക്മത്തുള്ള കാര്യങ്ങൾ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നടപ്പാക്കുകയുള്ളൂ എന്നാണ്. അള്ളാഹു അങ്ങേയറ്റം അദലുള്ളവനാണ്, അങ്ങേയറ്റം ഹക്കീമാണ്. ഇത് മനസ്സിലാക്കിയാൽ ഖദറിന്റെ നമുക്ക് മനസ്സിലാക്കാത്ത ഏതൊരു കാര്യത്തിനുമുള്ള ഒരു ഉത്തരമാണത്. ഏതൊരു പ്രവർത്തനമാകട്ടെ അള്ളാഹു നീതിപൂർവ്വം ചെയ്തൊരു കാര്യം മാത്രമാണത്. അള്ളാഹു അങ്ങേയറ്റം ഹിക്മത്തോടുകൂടി ചെയ്തൊരു കാര്യം മാത്രമാണത്. എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഖദറിന്റെ വിഷയത്തിൽ നാം വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ നാം പറയാം. പണ്ഡിതന്മാർ പറഞ്ഞു, ഖദർ ഖുർആനിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഖദറിന്റെ വിഷയത്തിൽ അതിന് 4 മർത്തബകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖദറിന്റെ വിഷയം നമുക്ക് കൃത്യമായി പഠിക്കണമെങ്കിൽ 4 മർത്തബകൾ ഖദറിനുള്ളതായി നമ്മൾ മനസ്സിലാക്കണം. അതിനൊന്നാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിനെ കുറിച്ചിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളാകട്ടെ, വരാനുള്ള കാര്യമാകട്ടെ. ഇനി ഒരു കാര്യം സംഭവിച്ചിട്ടില്ല, അത് സംഭവിച്ചിരുന്നെങ്കിൽ എങ്ങനെ അതിന്റെ പര്യവസാനം ഉണ്ടാകുമെന്ന കാര്യമാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഗോപ്യമായ ഒരു കാര്യമില്ല. അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ടേ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അവന് പുതുതായി ഒരു കാര്യവും അറിയാനില്ല. എല്ലാം അറിഞ്ഞ കാര്യം മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ളൂ. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളിൽ കിതാബത്താണ്. ആ അറിഞ്ഞ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും അല്ലാഹു തആല അവന്റെ ലൗഹുൽ മഹ്ഫൂദിൽ ആ ഏടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു ഒരു പേനയെ പടക്കുകയും ആ പേനയോട് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞല്ലോ, അലം തഅലം, നീ മനസ്സിലാക്കിയിട്ടില്ലേ, അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിലുള്ള മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിന് അറിയുമെന്നുള്ളത്. ഇന്ന ദാലിക ഫീ കിതാബ്, ആ കാര്യങ്ങളെല്ലാം കിതാബിലുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, ഇങ്ങനെ അതെല്ലാം കിതാബിൽ കൃത്യമായി രേഖപ്പെടുത്തുക എന്നുള്ളത് അല്ലാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കതബല്ലാഹു മഖാദീറൽ ഖലായിഖ് ഖബ്ല അൻ യഖ്ലുഖ അല്ലാഹു അസ്സമാവാതി വൽ അർദി ബി 50000 സന, ആകാശഭൂമികളെ പടക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് തന്നെ ഇവിടെയുള്ള മുഴുവൻ ജീവജാലങ്ങളെക്കുറിച്ച്, പടപ്പുകളെക്കുറിച്ച്, അവർക്ക് സംഭവിക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു തആല നേരത്തെ കൂട്ടി എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും അല്ലാഹു ഇവിടെ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നാം മനസ്സിലാക്കുക, അല്ലാഹു നേരത്തെ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അത് ഓരോന്നും എപ്പോൾ സംഭവിക്കണം, അല്ലാഹുവിന്റെ മശീഅത്തിലൂടെയാണ് അത് സംഭവിക്കുക. ഇന്ന് മഴ പെയ്യണമെങ്കിൽ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ സമയത്ത് മഴ പെയ്യുന്നില്ലെങ്കിൽ അല്ലാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല. എന്താണോ ഇവിടെ സംഭവിക്കുന്നത് അത് അല്ലാഹു ഉദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. എന്താണോ ഇവിടെ സംഭവിക്കാത്തത് അത് അല്ലാഹു അങ്ങനെ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ്. ഖദറിന്റെ അടിസ്ഥാന വിഷയത്തിൽ പെട്ട കാര്യമാണ്. അല്ലാഹു പറഞ്ഞു, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, തീർച്ചയായും അല്ലാഹുവിന്റെ കാര്യം, അവനൊരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ കുൻ, അത് ഉണ്ടാകൂ, ഫയകൂൻ, അപ്പോഴത് അത് ഉണ്ടാവുകയാണ്. അങ്ങനെയുള്ളൂ അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ ഉദ്ദേശിക്കുന്നത് അത് ഉണ്ടാകുന്നതാണ്. ആ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സഹോദരങ്ങളെ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയുകയില്ല. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്, അത് സംഭവിക്കുമ്പോഴാണ് നമുക്കറിയുക. രണ്ട്, അങ്ങനെ സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കറിയും. ഖിയാമത്ത് നാൾ സംഭവിക്കും എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നത്, അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അള്ളാഹു ഖുർആനിലൂടെ അറിയിച്ചു. അവസാനത്തിൽ ദജ്ജാൽ പുറപ്പെടും, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വരും, അദ്ദേഹം ദജ്ജാലിനെ വധിക്കും. ഇതൊക്കെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുള്ളത് കൊണ്ടാണ്. അതല്ലാത്ത ഏത് കാര്യമാകട്ടെ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല, അത് സംഭവിച്ചിട്ടല്ലാതെ. അപ്പൊ അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന കാര്യം അത് സംഭവിക്കും, ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയില്ല. അടുത്തത് സഹോദരങ്ങൾ, അല്ലാഹു തആലയാണ് മുഴുവൻ കാര്യങ്ങളെയും പടച്ചിട്ടുള്ളത്. അതിൽ നമ്മുടെ ഉദ്ദേശവും പെടുന്നതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാഹു ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, എല്ലാത്തിനെയും പടച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെയും പടച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനമാണ്. നാം സംസാരിക്കുന്നത് അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. നാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. നമ്മുടെ സംസാരവും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ്.
അള്ളാഹു സൃഷ്ടിക്കാത്തതായ ഒന്നും ഈ ലോകത്തില്ല. അള്ളാഹു മാത്രമാണ് ഖാലിഖ്, ബാക്കിയുള്ളതെല്ലാം മഖ്ലൂഖാണ്. അള്ളാഹു തആല മാത്രമാണ് ഖാലിഖ്, ബാക്കിയുള്ളതെല്ലാം മഖ്ലൂഖാണ്, ബാക്കിയുള്ളതെല്ലാം പടക്കപ്പെട്ടതാണ്. ഈ കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. ഖദറിന്റെ വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. ഈ വിഷയത്തിൽ പിഴച്ചുപോയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരുപാട് വിഭാഗങ്ങൾ ഈ വിഷയത്തിൽ പിഴച്ചുപോയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം അത് സ്വഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ ഉടലെടുത്തിട്ടുള്ളതാണ്. സ്വഹാബികളുടെ കാലഘട്ടത്തിൽ, അവസാന കാലഘട്ടത്തിൽ, അഥവാ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ബസ്രയിലും മറ്റും സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾ, മഅബദ് അൽ ജുഹ്നി എന്ന് പറയുന്ന ഒരുവനാണ് ആദ്യമായി ഖദറിന്റെ വിഷയത്തിൽ പിഴച്ചുപോയിട്ടുള്ളത്. ആദ്യ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള ഈ ഖദരിയാക്കൾ എന്ന് പറയുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെല്ലാം നേരത്തെ കൂട്ടി അറിയുന്നു എന്ന കാര്യത്തെ പോലും നിഷേധിക്കുന്നവരാണ്. അക്കൂട്ടർ പിന്നീട് അവരുണ്ടായിട്ടില്ല. ആദ്യ കാലഘട്ടത്തിൽപ്പെട്ട അൽ ഖദരിയാത്തുൽ ഗുലാത്താണ്. ഖദരിയാക്കളുടെ കൂട്ടത്തിൽ അങ്ങേയറ്റം പിഴച്ചവരാണ്. അവരെ തൊട്ട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഇന്നി ബരീഉം മിൻഹും, ഞാൻ അവരോട് ബന്ധവിച്ഛേദനം നടത്തിയിരിക്കുന്നു. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും, സഹാബികൾ അവരെ തക്ഫീർ ചെയ്തിരിക്കുന്നു, അവർ കാഫിറുകളാണെന്ന് പറഞ്ഞിരിക്കുന്നു. അഥവാ അവർ അള്ളാഹുവിനെ നേരത്തെ കൂട്ടി കാര്യങ്ങൾ അറിയാം എന്നതിനെ നിഷേധിക്കുകയാണ്. ഒരു കാര്യം സംഭവിക്കുമ്പോൾ അത് സംഭവിക്കുന്നു, അപ്പോൾ അള്ളാഹു തആല അറിയുന്നു എന്ന ഏറ്റവും വലിയ കുഫറാണ് അവർ പറയുന്നത്. എന്നാൽ പിന്നീടുണ്ടായ ഖദരിയാക്കൾ അവർ അള്ളാഹുവിന്റെ ഇൽമിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിനെയും കിതാബത്തിനെയും അംഗീകരിക്കുന്നു, പക്ഷേ അള്ളാഹുവിന്റെ മശീഅത്തിനെ അംഗീകരിക്കുകയില്ല. അഥവാ അള്ളാഹു ഉദ്ദേശിച്ച കാര്യമേ എനിക്കുദ്ദേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യത്തെ അവർ നിഷേധിക്കുന്നു. മറിച്ച് നമ്മളൊരു കാര്യം ഉദ്ദേശിച്ചാൽ അതപ്പോൾ അള്ളാഹു അത് ഉദ്ദേശിക്കുന്നു എന്നേ അവർ പറയുന്നുള്ളൂ. വൈരുദ്ധ്യമാണ് അവർ പറയുന്നത്. എന്നാൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ അല്ലാഹു തആല പറഞ്ഞതുപോലെ വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, അള്ളാഹു ആദ്യമേ ഉദ്ദേശിച്ചൊരു കാര്യമല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ചിലർക്ക് പിശാച് അപ്പോൾ വസ്വാസം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം അള്ളാഹു ഉദ്ദേശിച്ച കാര്യം അതല്ലേ ഞാൻ ഉദ്ദേശിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ നന്മ ചെയ്യണമെങ്കിൽ അള്ളാഹു നേരത്തെ ഉദ്ദേശിക്കണം. അവിടെയാണ് നമ്മൾ പറഞ്ഞത്, നിങ്ങൾ മനസ്സിലാക്കുക, രണ്ട് അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു തആല മുഴുവൻ കാര്യങ്ങളിലും നീതി കാണിക്കുന്നവനാണ്. അള്ളാഹു അനീതി ഒട്ടും കാണിക്കുകയില്ല. അതുപോലെ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഹിക്മത്ത് നിറഞ്ഞതാണ്. ഇതെല്ലാം നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു മനസ്സിലാക്കിയാലേ ഞാൻ ഖദറിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ മുഅ്മിനാവുകയില്ല. നീ ഖദരിയാക്കളെ പോലെ കാഫിറാകാം, അത് നിനക്ക് വകുപ്പുള്ളൂ. അതുകൊണ്ടാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമായി അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്, സുന്നത്തിൽ സ്ഥിരപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അത് നീ അതുപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നീ നിന്റെ ദേഹേച്ഛകളെ പിൻപറ്റിക്കൊണ്ട് നിനക്ക് ഇഷ്ടപ്പെടുന്ന, നിനക്ക് ബുദ്ധിക്ക് സ്ഥിരപ്പെട്ടു എന്ന് തോന്നുന്ന, ബുദ്ധിക്ക് യോജിച്ചു എന്ന് തോന്നുന്നതിനെ സ്വീകരിക്കുക, അല്ലാത്തത് തള്ളിക്കളയുക. അത് മുസ്ലിമല്ല, മുസ്ലിമിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. മുസ്ലിമിന്റെ സ്വഭാവം അത് സ്ഥിരപ്പെടുക, എങ്കിൽ അത് വിശ്വസിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ ഖദറിൽ അതുപോലെ വിശ്വസിക്കുക. അങ്ങനെ ഖദറിൽ വിശ്വസിക്കുന്ന ഒരുവന് മാത്രമേ ദുനിയാവിൽ സന്തോഷത്തോടുകൂടി സൗഭാഗ്യവാനായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഖദറിൽ വിശ്വാസമില്ലാത്ത യുക്തിവാദികളുടെയും മറ്റുമൊക്കെ ജീവിതം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അവർക്ക് എന്താണ് ആശ്വസിക്കാൻ സാധിക്കുന്നത്? ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് പരീക്ഷണം ഉണ്ടായാലും അവന്റെ ആശ്വാസമാണ് അല്ലാഹു തആല അങ്ങേയറ്റം നീതിമാനായ, ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ഹിക്മത്ത് മാത്രമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചതിന്റെ ശേഷം മാത്രം സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ഖൈറുണ്ട് എന്നവന് മാത്രമേ ആശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. വേണ്ടപ്പെട്ട ആളുകൾ വേർപിരിയുമ്പോൾ, അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും അവനെ വേട്ടയാടുന്ന സമയത്ത്, അവന് ഭവിക്കുന്ന സമയത്ത് ഒരു മുഅ്മിന് മാത്രമേ അതിൽ സന്തോഷിക്കാൻ സാധിക്കുകയുള്ളൂ. അവന് ഖൈർ സംഭവിച്ചാൽ അവൻ അള്ളാഹു നന്ദി കാണിക്കുകയാണ്. അള്ളാഹുവാണ് എനിക്ക് ഈ ഖൈർ നൽകിയത്, കാര്യങ്ങൾ അള്ളാഹു തീരുമാനിച്ചത് കൊണ്ടാണ് അത് സംഭവിച്ചെന്ന് വിശ്വസിക്കാത്തവൻ എങ്ങനെയാണ് ശുക്ർ കാണിക്കാൻ സാധിക്കുക? ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഖൈറാണ് അവന് വന്നു ഭവിച്ചിട്ടുള്ളെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അവൻ കൂടുതൽ അള്ളാഹുവിന് ശുക്ർ പറഞ്ഞ് അള്ളാഹുവിലേക്ക് അടുക്കുന്നവനായിരിക്കും. ഇനിയൊരു പ്രയാസമാണ് സംഭവിച്ചിട്ടുള്ളെങ്കിൽ അവൻ മനസ്സിലാക്കും, ഈ പ്രയാസത്തിന്റെ പിന്നിലും അള്ളാഹു തആലക്ക് ചില യുക്തികളുണ്ട്. എനിക്കിപ്പോൾ കൈപ്പേറിയ ഒരു അനുഭവമായിരിക്കാം, പക്ഷേ ഇതിന്റെ പിന്നിലുള്ള യുക്തി ചില സമയത്ത് ദുനിയാവിൽ നിന്ന് ഞാൻ പിന്നീട് തിരിച്ചറിയുന്നതായിരിക്കും. ചിലപ്പോൾ ആഖിറത്തിലെത്തിയ ഞാൻ എന്തായാലും അത് തിരിച്ചറിയുന്ന കാര്യം അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞ് ക്ഷമിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ആശ്വാസമാണ് ഉണ്ടാകുന്നത്. നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കൂ.
നമ്മളൊക്കെ പല അവസരങ്ങൾ ഇന്നത് കിട്ടിയതാണ്, പക്ഷെ പെട്ടെന്നത് ആ അവസരം നമ്മളിൽ നിന്ന് ഇല്ലാതായി പോകുന്നു. നമ്മൾ അങ്ങേയറ്റം നിരാശപ്പെടും. പക്ഷേ അത് കിട്ടിയാൽ മതിയായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുമായിരുന്നു, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിരാശപ്പെടും. 1-2 വർഷങ്ങൾ കഴിയുമ്പോൾ, ചിലപ്പോൾ 3-4-5 വർഷങ്ങൾ കഴിയുമ്പോൾ അത് നമ്മളിൽ നിന്നും അന്ന് അകലെയായി പോയത് എത്ര വലിയ ഹൈറായി നമ്മൾ പിന്നീട് തിരിച്ചറിയുന്ന എത്ര സന്ദർഭങ്ങൾ, എത്ര അവസ്ഥകൾ നമ്മളൊക്കെ ജീവിതത്തിലുണ്ട്. ചിലപ്പോൾ വിദേശ യാത്രയായിരിക്കാം, ചിലപ്പോൾ ചില കല്യാണ കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ചില കച്ചവടങ്ങൾ ആരംഭിക്കാൻ തുടങ്ങിയ കാര്യങ്ങളായിരിക്കാം, പലതുമാകട്ടെ. നമ്മൾ അന്ന് അത്രക്ക് നമ്മൾ ചിന്തിച്ച് അത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ, അത് കിട്ടാത്തതിന്റെ പേരിൽ വിലപിച്ചിട്ടുണ്ടാകാം, പലരോടും പരാതി പറഞ്ഞിട്ടുണ്ടാകാം. പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ എത്ര വലിയ ഹൈറായി എന്ന് പറയുന്ന എത്ര അവസ്ഥകളുണ്ട്. നല്ലൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, പരിപൂർണമായി ഈമാനുള്ളവനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് തന്നെ അവന് പറയാൻ സാധിക്കണം, അൽഹംദുലില്ലാഹ്, അത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് എന്തായാലും എനിക്ക് ലഭിക്കുമായിരുന്നു എന്നവൻ വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഖദറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനം, ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അതുമാത്രമേ ഒരുവന് സമാധാനം നൽകുകയുള്ളൂ. അതുമാത്രമേ ഒരുവന് ദുനിയാവിൽ തന്നെ സൗഭാഗ്യവാനായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ശേഷം അദ്ദേഹം പറയുകയാണ്, വമൻ ലം യഅരിഫ് തഫ്സീർ അൽ ഹദീസ് വയബ്ലുഗുഹു അഖ്ലഹു ഫഖദ് കുഫിയ ദാലിക വഉഹ്കിമ ലഹു ഫഅലൈഹി അൽ ഈമാനു ബിഹി വത്തസ്ലീമു ലഹു. അദ്ദേഹം പറയുന്നത്, വമൻ ലം യഅരിഫ് തഫ്സീർ അൽ ഹദീസ്, ഒരാൾക്ക് ഒരു ഹദീസിന്റെ വിശദീകരണം മനസ്സിലായിട്ടില്ല. ഇത് ജനങ്ങളിൽ എല്ലാവർക്കും ഉള്ള കാര്യമല്ല, കാരണം ഓരോരുത്തരുടെ ബുദ്ധി വ്യത്യാസമാണ്. ഖുർആനും സുന്നത്തും നന്നായി പഠിച്ചു മനസ്സിലാക്കിയ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ നിനക്ക് തിരിയാത്ത ആയത്തിനുള്ള കൃത്യമായ വിശദീകരണം അയാൾക്ക് തിരിഞ്ഞിട്ടുണ്ടാകും. നിനക്ക് മനസ്സിലാകാത്ത ഹദീസുകളുടെ വിശദീകരണം അയാൾക്ക് തിരിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ സാധാരണക്കാരുമുണ്ടല്ലോ ധാരാളം, അവരോടാണ് അദ്ദേഹം പറയുന്നത്, അങ്ങനെ ആർക്കെങ്കിലും ഒരു ഹദീസിന്റെ വിശദീകരണം മനസ്സിലായിട്ടില്ലെങ്കിൽ, നിന്റെ ഓട്ടബുദ്ധി കൊണ്ട് നിനക്കത് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അവന്റെ തലയിൽ അത് എത്തിയിട്ടില്ല എങ്കിൽ അവന് ഫഖദ് കുഫിയ ദാലിക വഉഹ്കിമ ലഹു. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അബൂ യഅല ഈ വാക്യത്തെ വിശദീകരിച്ചുകൊണ്ട്, ഇമാം അഹ്മദ് റഹിമഹുള്ളയുടെ വാക്യത്തെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, വമൻ ലം യഅരിഫ് തഫ്സീർ അൽ ഹദീസ് വയബ്ലുഗുഹു അഖ്ലു ഫഖദ് കുഫിയ ദാലിക വഉഹ്കിമ ലഹു മഅനാഹു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, യഅനി ഖദ് കഫാഹു ദാലിക അഹ്ലുൽ ഇൽം വഅഹ്കമു ലഹു ഇൽമു ഫദുല്ല അലാ തഫ്സീർ. അവന് ആ വിഷയത്തിൽ അവന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആ ഹദീസിന്റെ വിഷയത്തിൽ അവന് പണ്ഡിതന്മാർ മതിയായതാണ്. അവൻ പണ്ഡിതന്മാരോട് ചോദിച്ചുകൊണ്ട് അതിന്റെ പരിപൂർണമായ വിശദീകരണം അവൻ മനസ്സിലാക്കിയാൽ മതിയാകുന്നതാണ്. പക്ഷേ ഇവൻ സ്വയം വിചാരിക്കുകയാണ്, ഞാനാണ് ഏഷ്യയിൽ ഏറ്റവും വലിയ മുഹദ്ദിസ്, അല്ലെങ്കിൽ ഞാനാണ് ഈ നാട്ടിൽ ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന് സ്വയം അങ്ങ് വിചാരിക്കുകയാണ്. അത് ചാർത്തി കൊടുക്കാൻ കുറെ വിവരദോഷികൾ ചുറ്റും. അങ്ങനെ അവന് തോന്നുകയാണ്, എനിക്കിത് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ ഇത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറയലല്ലാതെ വേറെ വൃത്തിയില്ല, കാരണം എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഇത് തള്ളുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ബാക്കി എല്ലാവരും മണ്ടന്മാരാണ്, ഈ ഹദീസ് റിവായത്ത് ചെയ്ത ആളുകളൊക്കെ വിവരമില്ലാത്തവരാണ്, എനിക്കാണ് ഇപ്പോൾ ബുദ്ധി വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് അത് നിഷേധിക്കാനും അതിനനുകൂലിക്കാനും അത് പ്രചരിപ്പിക്കാനും പോലും സഹോദരങ്ങളെ നമ്മുടെ നാട്ടിലെ ആളുകളുണ്ട്. ആ ഒരു ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ആയിരക്കണക്കിന് വർഷത്തിന് മുമ്പ് എഴുതിയ ഈ റിസാല വായിച്ചിട്ടുണ്ടെങ്കിൽ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ വലിയ പിഴവിന്റെ പടുക്കുഴിയിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് എത്തിച്ചേരാൻ പറ്റാത്തതായ ഹദീസുകളോ ആയത്തുകളോ നാം കാണുകയാണെങ്കിൽ നാം പണ്ഡിതന്മാരോട് ചോദിക്കുക, ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുക. നീ ബുഖാരിയുടെ ഒരു പരിഭാഷ എടുത്ത് വായിച്ചിട്ട് ഈ ഹദീസ് ഇങ്ങനെ മാർക്കിടല്ലേ, നീ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് നീ അതിനൊരു വട്ടമിട്ട് അത് തള്ളിക്കളയല്ലേ. അതിന്റെ വിശദീകരണം എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു തആല ഹിക്മത്ത് നൽകിയ ആളുകൾക്ക് അത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അവർ അതിനുള്ള വിശദീകരണം തരുന്നു, നീ കേട്ടു നോക്കൂ, നിനക്ക് നിന്റെ ബുദ്ധിക്ക് അത് മതിയായതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഏതൊക്കെ ഹദീസ് പോലെ അദ്ദേഹം പറയുന്നു, മിസ്ലു ഹദീസ് സാദിഖുൽ മസ്ദൂഖ്. അസാദിഖുൽ മസ്ദൂഖ് എന്നറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ ഹദീസുണ്ട്. ഒരു മനുഷ്യന്റെ ജനനം അത് ഗർഭപാത്രത്തിൽ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. ഇന്ന് കാലത്ത് നമുക്കത് വിശ്വസിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. കാരണം ആയിരക്കണക്ക് വർഷം മുമ്പ് സ്കാനിങ്ങോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ടെക്നോളജികളോ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഇങ്ങനെയാണ്
ഗർഭപാത്രത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സഹാബികൾ അതിനെ വിശ്വസിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടില്ല, അവർക്കത് വിശ്വസിക്കാൻ സാധിച്ചിട്ടുണ്ട്. 40 ദിവസമാകുമ്പോൾ അതിങ്ങനെയാണ്. ആദ്യം ഒരു നുത്ഫയാണ്, അതൊരു ബീജമാണ്, പിന്നീട് അതൊരു രക്തപിണ്ഡമാണ്, അലഖത്താണ്, പിന്നീട് അതൊരു മുദ്ഗത്താണ്, മാംസപിണ്ഡമാണ്. അങ്ങനെയാണ് അതിന്റെ ഘട്ടം ഘട്ടം എന്ന് വിശദീകരിക്കുന്നത്. അങ്ങനെ 120 ദിവസമാകുമ്പോൾ മലക്ക് വന്നിട്ട് അതിൽ റൂഹൂദും, അതിന് ജീവൻ ഉണ്ടാകും. അതിന്റെ കാര്യങ്ങളെല്ലാം അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കും. അവന് കിട്ടുന്ന റിസ്ക് എത്രയാണ്, അവൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ. ഖദറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണത്. അത് കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ ചില ആൾക്ക് തോന്നും, അപ്പൊ എന്റെ കാര്യമൊക്കെ ഷഖീയാണോ സഈദാണെന്ന് ആദ്യം എഴുതിയാൽ, ആദ്യം ഞാൻ ദൗർഭാഗ്യവാനാണ് സൗഭാഗ്യവാനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതിയാൽ പിന്നെ ഞാൻ എന്തിനാണ് പണിയെടുക്കുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറഞ്ഞിട്ടില്ലേ. സഹാബികൾ ഒരിക്കൽ ഈ കാര്യം കേട്ടപ്പോൾ സഹാബികൾ ചോദിച്ചു, ഇങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതിയോ, നമ്മൾ അതിൽ ബരമേൽപ്പിച്ചാൽ മതിയോ? അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് കുതിബ മഖഅദുഹു മിനൽ ജന്ന വ മഖഅദുഹു മിനൻ നാർ. നിങ്ങളിൽ ഒരാളുമില്ല അവന്റെ ഇരിപ്പിടം സ്വർഗത്തിലും നരകത്തിലുമൊക്കെ അവന്റെ ഇരിപ്പിടം എഴുതപ്പെട്ടിട്ടല്ലാതെ. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, അഫലനത്തക്കിൽ, എങ്കിൽ ഞങ്ങൾ ഒന്നും ചെയ്യണ്ടല്ലോ, ഞങ്ങൾ സ്വർഗക്കാരാരാണ് നരകക്കാരാണെന്ന് തീരുമാനിക്കപ്പെട്ടതല്ലേ, നമ്മളൊന്നും ചെയ്യണ്ടല്ലോ. സഹാബത്ത് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്മലു, നിങ്ങൾ പ്രവർത്തിക്കണം. ഫകുല്ലുൻ മുയസ്സറുൻ, എല്ലാവരും ഏതൊരു കാര്യത്തിലേക്കാണോ അവൻ പ്രവർത്തിക്കുന്നത് അതിലേക്ക് എളുപ്പമാക്കി നൽകിയതാണ്. അല്ലാഹു തആലയുടെ ആയത്തോതി, സുമ്മ ഖറഅ ഫഅമ്മാ മൻ അഅതാ വത്തഖാ ഫസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്ര. അപ്പോൾ ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുള്ളത്, ആരാണ് തഖ്വ പാലിച്ചിട്ടുള്ളത്, വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യപ്പെടുത്തിയിട്ടുള്ളത്, ഫസനുയസ്സിറുഹു ലിൽ യുസ്ര, അവൻ നാം എളുപ്പത്തിലേക്ക് അള്ളാഹു നയിക്കുന്നതാണ് എന്നാണ്. അപ്പോൾ നീ സ്വർഗക്കാരനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതിയത് അതിനിടയിൽ ഒന്നുമില്ലാതെ അല്ല. നീ മുഅ്മിനായിരിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് മരണം വരെ കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കും, നീ നിസ്കാരം നിർവഹിക്കുന്നവനായിരിക്കും, റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്നവനായിരിക്കും, നിർബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നവനായിരിക്കും, പാപങ്ങൾ സംഭവിച്ചാൽ നീ തൗബ ചെയ്യുന്നവനായിരിക്കും. അങ്ങനെ ഇന്ന അമലുകൾ ചെയ്ത് അതിന്റെ പര്യവസാനമാണ് സ്വർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ പ്രവർത്തിച്ചിട്ട് വേണ്ട ഇതറിയാൻ. അല്ലാഹു എല്ലാം നേരത്തെ കൂട്ടി അറിയുന്നവനാണ്. നമുക്കതറിയാൻ സാധിക്കുകയില്ല, നമുക്ക് നമ്മുടെ പര്യവസാനം അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഈ വഴിയിലൂടെ പോകുക ഇൻഷാ അല്ലാഹ്, എങ്കിൽ അതിന്റെ പര്യവസാനം സ്വർഗത്തിൽ അത് എത്തിച്ചേരുന്നതാണ്. അതുകൊണ്ട് എല്ലാം അതിൻ്റെതായ എളുപ്പത്തിലാണ്. ഒരുവൻ തിന്മയിലാണോ, ഷിർക്കിൽ നിന്നും രക്ഷപ്പെടുന്നില്ല, മാസിയത്തുകളിൽ നിന്നും അവൻ ഒരിക്കലും തന്നെ രക്ഷപ്പെടുന്നില്ല, തൗബ ചെയ്ത് മടങ്ങുന്നില്ല, തിന്മകളിൽ തന്നെ മുഴുകി ജീവിക്കുകയാണ്, നിസ്കരിക്കുന്നില്ല, നോമ്പെടുക്കുന്നില്ല, സക്കാത്ത് കൊടുക്കുന്നില്ല, എങ്കിൽ ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര, അവന് ഞെരുക്കത്തിലേക്കാണ് അല്ലാഹു തആല വഴി നടത്തുക, നരകമായിരിക്കും അവന്റെ സങ്കേതം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. നന്മകൾ ചെയ്തിട്ടാണ് ഒരുവൻ സ്വർഗത്തിൽ എത്തുന്നത്. അല്ലാഹു തആല അത് നേരത്തെ കൂട്ടി അറിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമേ അത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അല്ലാഹുവിന്റെ ഇൽമു സാബിഖാണ്. എല്ലാ കാര്യങ്ങളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നേരത്തെ അറിഞ്ഞതാണ്. ഇതൊരു വിശദീകരണമാണ്. ഈ ഹദീസ് നേരെ വായിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഈ വിശദീകരണം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് സാദിഖുൽ മസ്ദൂഖിന്റെ ഈ ഹദീസ് കേൾക്കുന്ന സമയത്ത് നീ അത് അവിശ്വസിക്കുകയല്ല വേണ്ടത്. അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ അദ്ദേഹം പറഞ്ഞു, വമിസ്ലു മാ കാന മിസ്ലുഹു ഫിൽ ഖദർ. അതുപോലെ ഖദറിന്റെ വിഷയത്തിൽ ഒരുപാട് ഹദീസുകൾ ഇങ്ങനെ ഉണ്ടല്ലോ, അതൊന്നും നീ അങ്ങനെ നിഷേധിക്കാൻ പാടില്ല, അത് സ്വീകരിക്കണം. വമിസ്ലു അഹാദീസ് റുഇയതി കുല്ലിഹാ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുന്നതുമായി ബന്ധപ്പെട്ട റുഇയത്തുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ ഉണ്ട്. അതൊക്കെ കാണുന്ന സമയത്ത് നീ എന്ത് ചെയ്യണം? നീ അതിൽ വിശ്വസിക്കണം, പൂർണ്ണമായി വിശ്വസിക്കണം. അതായിരിക്കണം നിന്റെ മൻഹജ്. വ ഇന്നഅത്, ചില നുസ്ഖകളിൽ ഇമാം അഹ്മദ് റഹിമഹുള്ളയിൽ നിന്നും ചിലർ എഴുതിയെടുത്തതിൽ വ ഇന്നബത് എന്നുണ്ട്. വ ഇന്നഅത് അല്ലെങ്കിൽ വ ഇന്നബത് അനിൽ അസ്മാഇ വസ്തൗഹശ മിൻഹൽ മുസ്തമി വ ഇന്നമാ അലൈഹി അൽ ഈമാനു ബിഹാ വ അല്ലാ യറുദ്ദ മിൻഹാ ഹർഫൻ വാഹിദൻ വ ഗൈറഹാ മിനൽ അഹാദീസിൽ മഅ്സൂറാത്തി അനിസ് സിഖാത്ത്. അതുപോലെ തന്നെയുള്ള ഒരുപാട് ഹദീസുകളുണ്ട്. അത് സ്ഥിരപ്പെട്ട ആളുകളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഹർഫ് പോലും നിനക്ക് തള്ളാൻ അവകാശമില്ല. നീ അങ്ങനെ തള്ളാൻ പാടില്ല. കാരണം ചില ഹദീസുകളൊക്കെ നിനക്കൊരു വഹ്ശത്ത് തോന്നും, ഇതെന്താണ് ഇങ്ങനെ ഒരു ഹദീസ്, അങ്ങനെ തോന്നുന്നത് ഉണ്ടായാൽ പോലും അതിന് കൃത്യമായ വിശദീകരണങ്ങളുണ്ട് സഹോദരങ്ങളെ.
ഇൽമുള്ള ആളുകൾക്ക്, പഠിച്ച ആളുകൾക്ക് അതിന്റെ ഉദ്ദേശം അറിയുന്നതാണ്, അതെങ്ങനെ വിശ്വസിക്കണമെന്ന് അറിയുന്നതാണ്. നിനക്കത് മനസ്സിലായിട്ടില്ല എന്നുള്ളത് കൊണ്ട് നീ അതിന്റെ ഒരു ഹർഫ് പോലും തള്ളാൻ പാടില്ല. എന്നിട്ടല്ല ഒരു ഹദീസ് പൂർണ്ണമായി തള്ളുന്നത്, 60 ഹദീസ് തള്ളുന്നത്, 100 ഹദീസ് തള്ളുന്നത്. ആ ഒരു ഹദീസിന്റെ ഹർഫ് പോലും നീ തള്ളാൻ പാടില്ല. സിഖാത്തുകളിൽ നിന്നാണ്, വിശ്വസ്തരിൽ നിന്നാണ് അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അത് വിശ്വസിക്കണം. അത് പ്രത്യേകം പറഞ്ഞ കാര്യമാണ്, അടിവരയിടേണ്ട കാര്യമാണ്. കാരണം മൗലൂ ആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് കള്ളപ്രചരണം നടത്തിയിട്ടുള്ള ആളുകളുടെ വാറോലകളുണ്ട്. അതിന് ഹദീസ് എന്ന് തന്നെ പറയില്ല, ഇങ്ങനെയുള്ള മൗലൂ ആയിട്ടുള്ള വാറോലകൾ സഹോദരങ്ങളെ, അത് നാം തള്ളുന്നതാണ്. കാരണം അഹ്ലുസുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നത്, ഹദീസുകൾ സ്വീകരിക്കുന്നവർക്ക് അതിൻ്റെതായ മൻഹജുണ്ട്, മാനദണ്ഡമുണ്ട്. അതെങ്ങനെയാണ് സ്വഹീഹാവുക, സ്വീകരിക്കപ്പെടുക എന്നതിന്റെ കൃത്യമായ മാനദണ്ഡമുണ്ട്. അങ്ങനെ ആ മാനദണ്ഡത്തിൽ സഹോദരങ്ങളെ അത് സ്വഹീഹാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് മറ്റൊന്നും ചിന്തിക്കാനില്ല, അവർ അതുപോലെ അത് വിശ്വസിക്കുകയാണ് ചെയ്യുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നീട് സഹോദരങ്ങളെ അദ്ദേഹം പറയുന്നു, ഖാല റഹിമഹുല്ലാ വഅല്ലാ യുഖാസിമ അഹദൻ വലാ യുനാദിറഹു വലാ യതഅല്ലമൽ ജിദാൽ. നേരത്തെ പറഞ്ഞിട്ടുള്ള ചില കാര്യം തന്നെയാണ്. ഈ ഖദറിന്റെ വിഷയത്തിലാണെങ്കിലും തന്നെ സഹോദരങ്ങളെ അദ്ദേഹം പറയുന്നത് വഅല്ലാ യുഖാസിമ അഹദ, നീ ഒരാളോട് പോയി തർക്കിക്കാൻ നിൽക്കണ്ട. ഖദറിന്റെ കാര്യമാകട്ടെ, ഇങ്ങനെയുള്ള ഗൈബിയായ കാര്യമാകട്ടെ, ഇത് തർക്കിച്ച് പഠിക്കാനുള്ളതല്ല. അതങ്ങനെയാണെങ്കിൽ ഇങ്ങനെയെന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ബുദ്ധിപരമായി ഞാൻ മറുപടി കൊടുക്കാം എന്ന് പറഞ്ഞ് തർക്കിച്ച് ജയിക്കേണ്ട കാര്യമല്ല ഇത്. തർക്കിച്ചിട്ടല്ല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ കാര്യങ്ങൾ നീ ഉൾക്കൊള്ളേണ്ടത്. വലാ യതഅല്ലമൽ ജിദാൽ, നീ ഇങ്ങനെ തർക്കം പഠിച്ച് അതിനുവേണ്ടി പോകേണ്ടതില്ല. എങ്ങനെ തർക്കിക്കാം, എങ്ങനെ തർക്കശാസ്ത്രം പഠിച്ചിട്ട് എങ്ങനെ തർക്കിക്കാം, അതൊന്നും നീ പഠിക്കേണ്ട കാര്യമില്ല. ഫഇന്നൽ കലാമ ഫിൽ ഖദരി വർ-റുഅ്യ വൽ ഖുർആൻ വഗൈരിഹാ മിനസ് സുനനി മക്റൂഹുൻ വമൻഹിയുൻ അൻ. അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെയുള്ള ഖദറുമായി ബന്ധപ്പെട്ട, അതുപോലെ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട, അതുപോലെ ഖുർആനിന്റെ വിഷയം, അത് മഖ്ലൂഖാണോ ഗൈർ മഖ്ലൂഖാണോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഏതൊരു കാര്യമാകട്ടെ അതിനെക്കുറിച്ച് നീ ചർച്ച ചെയ്യുക, അതിനെക്കുറിച്ച് നീ തർക്കിക്കുക എന്നുള്ളത് മക്റൂഹുൻ വമൻഹിയുൻ അൻ, അതൊക്കെ വെറുക്കപ്പെട്ട, വിരോധിക്കപ്പെട്ട കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇനി പറയുന്ന പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നു, لا يكون صاحبه وإن أصاب بكلامه السنة من أهل السنة حتى يدع الجدال ويسلم ويؤمن بالآثار. ഒരുവൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമൊക്കെ ഉണ്ട്, അതിന്റെ വിശ്വാസ കാര്യങ്ങളൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെയാണ്. പക്ഷേ അവൻ എന്ത് ചെയ്യുന്നില്ല, ഈ തർക്ക സ്വഭാവം മാറ്റുന്നില്ല. തർക്കിച്ചുകൊണ്ടേ പഠിക്കുകയുള്ളൂ. തർക്കിച്ചിട്ട് ജയിച്ചിട്ട് ബുദ്ധിപരമായി കാര്യങ്ങൾ അതിനെ അപഗ്രഥിച്ച് ബുദ്ധിപരമായ കാര്യങ്ങൾ സ്ഥാപിച്ചിട്ട് അങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കേണ്ടത് എന്നാണ് അവൻ വിശ്വസിക്കുന്നത് എങ്കിൽ അവൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ പെട്ടവനല്ല എന്നാണ്. അവന്റെ വിശ്വാസം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണെങ്കിലും ഈ ഒരു രീതി അത് അഹ്ലുസുന്നത്തിൻ്റെതല്ല എന്ന് അവർ പ്രത്യേകം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നതൊക്കെ മൻഹജു സലഫ് അനുസരിച്ചാണ്. പക്ഷേ തർക്കിച്ചുകൊണ്ട്, ബുദ്ധിശാസ്ത്രം അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ വിശ്വസിക്കേണ്ടത്, പഠിക്കേണ്ടത് എന്നതാണ് ഒരുവൻ ചിന്തിക്കുന്നത് എങ്കിൽ സഹോദരങ്ങളെ അവൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ പെട്ടവനല്ല എന്നാണ് മഹാനായ ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്. പിന്നീട് സഹോദരങ്ങളെ അദ്ദേഹം ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത്, ഏതൊരു വിഷയത്തിന് വേണ്ടിയിട്ടാണോ 20-ലധികം വർഷം അദ്ദേഹം ജയിലിലെ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്, അങ്ങേയറ്റം കൊടിയ പീഡനം അനുഭവിച്ചിട്ടുള്ളത്, ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടാണ്. ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ അദ്ദേഹം വർഷങ്ങളോളം ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളത്, വർഷങ്ങളോളം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്. കുടുംബത്തിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒറ്റപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അഥവാ അൽ ഖുർആനു കലാമുല്ലാഹ് വലൈസ ബിമഖ്ലൂഖ്, ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സംസാരമാണത്, അത് അല്ലാഹു തആല പടച്ച ഒരു പടപ്പല്ല എന്ന കാര്യം. സഹോദരങ്ങളെ ഈ വിഷയത്തിൽ അദ്ദേഹം പറയുന്നു, വൽ ഖുർആനു കലാമുല്ലാഹ് വലൈസ ബിമഖ്ലൂഖ്, ഖുർആൻ അല്ലാഹുവിന്റെ സംസാരമാകുന്നു, അള്ളാഹുവിന്റെ പടപ്പല്ല എന്നുള്ളതാണ്. ആരാണ് ജഹ്മിയാക്കളായ ആളുകൾ, മുഅ്തസിലിയാക്കളായ ആളുകൾ? അവർ സഹോദരങ്ങൾ ഇത് ഈ കാര്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ കലാമാണെന്ന് വിശ്വസിക്കാത്തത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അവർ അള്ളാഹുവിന്റെ സിഫാത്തുകളെ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ നിഷേധിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ വിശേഷണമാണ് ഖുർആൻ എന്നുള്ളത്, അള്ളാഹുവിന്റെ സംസാരമാണത്. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ നിഷേധിക്കുന്ന ഈ ആളുകൾ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുക അത് അള്ളാഹു യോജിക്കുകയില്ല എന്നുള്ളതാണ്.
ഇത്തരത്തിൽ ബിദ്അത്തിന്റെ ആളുകളുടെ ഒക്കെ ഉദ്ദേശം നല്ലതായിരിക്കും, പക്ഷെ അവരുടെ മാർഗം സലഫുകളിൽ നിന്നും തെറ്റിപ്പോയി, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെറ്റിപ്പോയി. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ വിശേഷണം നിഷേധിക്കാനുള്ള കാരണം അവർ ആ വിശേഷണം അള്ളാഹുവിന് പറയുക എന്നുള്ളത് അള്ളാഹുവിന് യോജിക്കുകയില്ല എന്നുള്ളത് അവരുടെ ബുദ്ധി കൊണ്ട് തീരുമാനിച്ചതാണ്. അങ്ങനെ ബുദ്ധി കൊണ്ട് ആദ്യമേ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഇത് അള്ളാഹുവിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണ് അദ്ദേഹം ബുദ്ധിയുടെ കാര്യം ആദ്യം എടുത്തു പറഞ്ഞത്. അവരൊരു കാര്യം ചിന്തിക്കുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന്റെ 1-ാം ആകാശത്തിലേക്ക് രാത്രിയുടെ 1/3 ഇറങ്ങി വരുമെന്ന് പറയുമ്പോൾ അവന്റെ ബുദ്ധി കൊണ്ട് യോജിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവൻ പറയുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഇറങ്ങി വരികയില്ല, അങ്ങനെ പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ മനസ്സിലാക്കിയ ഫിലോസഫികളും അവൻ മനസ്സിലാക്കിയിട്ടുള്ള തർക്കശാസ്ത്രങ്ങളും അത് അപഗ്രഥിച്ചുകൊണ്ട് അങ്ങനെ അള്ളാഹു സംസാരിക്കുക എന്ന് പറയുന്നത് അതൊരു കുറവല്ലേ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. അങ്ങനെ അവൻ അതിനെ നിഷേധിക്കുകയാണ്. ഇത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകൾ നിഷേധിക്കുന്ന ആളുകൾ അവർ ആ നിഷേധത്തിൽ എത്താനുള്ള കാര്യം മേൽ പറഞ്ഞ അടിസ്ഥാനം അവർ പാലിക്കാത്തതാണ്. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അള്ളാഹുവിന്റെ സിഫത്താണെന്ന് പറഞ്ഞത് അവർ അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചതിന് ശേഷമാണ് അത് വിശ്വസിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. അവർ ബുദ്ധി കൊണ്ട് തീരുമാനിച്ചിട്ട് അതവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോൾ ചിലർ അതിനെ പാടെ അങ്ങ് നിഷേധിച്ചു കളയുന്നതാണ്. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. എന്നാൽ വേറെ ചിലർ അവർക്ക് നിഷേധിക്കാൻ വയ്യ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഒരു മനസ്താപവുമില്ലാതെ നിഷേധിക്കാൻ സാധിക്കുക? അങ്ങനെ അവർ അതിന് ചില വ്യാഖ്യാനങ്ങൾ പറയാമെന്ന് തീരുമാനിച്ചു, തഅ്വീലുകൾ ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ അതിന് തഅ്വീല് പറയാം, വ്യാഖ്യാനം പറയാം. അത് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങി വരുന്നതാണ്, കാരുണ്യം ഇറങ്ങി വരുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശിൽ ഇസ്തിവാ ചെയ്തു, ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ അതവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത് അള്ളാഹു ഇസ്തൗല, അവൻ അധികാരമേറ്റു എന്ന് പറയാം എന്നവർ തീരുമാനിക്കുകയുണ്ടായി. ഇങ്ങനെ പറയുന്ന അഭിപ്രായങ്ങളെല്ലാം തന്നെ സഹോദരങ്ങളെ അതിനേക്കാളും വലിയ തെറ്റിലേക്കാണ് അവരെ കൊണ്ടെത്തിച്ചത്. അതിനുള്ള മറ്റൊരു കാരണം അള്ളാഹു തആലക്ക് ഒരു സിഫത്തുണ്ട് എന്ന് അവർ കേൾക്കുന്ന മുറക്ക് അവർ അടിമകളോട് അതിനെ സാദൃശ്യപ്പെടുത്തുകയാണ്. അഥവാ അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കുന്ന ആളുകളെല്ലാം തന്നെ അള്ളാഹുവിന്റെ സിഫത്തുകൾ ആദ്യം മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തുന്നവരായിട്ടുണ്ട്. അള്ളാഹു ഇറങ്ങി വരിക എന്ന് പറയുമ്പോൾ എങ്ങനെയാണത്? അവൻ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഒരു മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ രാത്രിയുടെ 3 ഇറങ്ങി വന്നാൽ രാത്രിയുടെ 3 ഓരോ നാട്ടിലും ഓരോന്നാണ്. മനുഷ്യന് തിരിച്ചു കയറി പോകാൻ സാധിക്കുകയില്ലല്ലോ. അപ്പൊ മനുഷ്യൻ എപ്പോഴും താഴെ തന്നെ ആയി പോവുകയില്ലേ? അവന്റെ ചിന്ത ഒരു മനുഷ്യനെ പോലെയാണെന്നാണ്. നഊദു ബില്ലാഹ്. എന്നാൽ അള്ളാഹു ഖാലിഖാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ ഇറങ്ങി വരും അതിന്റെ കൈഫിയത്ത് നിനക്കറിയുകയില്ല. നീ ചിന്തിക്കുന്നത് പോലെയല്ല അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യം. അള്ളാഹുവിന് യദുണ്ട്, കൈയുണ്ടെന്ന് പറയുമ്പോൾ അവൻ നിഷേധിക്കുന്നത് അവൻ മനുഷ്യരുടെ കൈ പോലെ അവൻ കാണുന്ന വല്ല കുറവുകളും അത് അള്ളാഹുവിനുണ്ടാകും എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെ നിഷേധിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവൻ നിഷേധിക്കേണ്ടി വന്നത്? കാരണം ആദ്യം അവൻ തശ്ബീഹ് ചെയ്തു, അതിന് വേറെ ചിലതിനോട്, അടിമകളിലെ ചിലതിനോട് അവൻ സാദൃശ്യപ്പെടുത്തി. നഊദു ബില്ലാഹ്, ഒരിക്കലും അങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോലെ ഒരാളുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ ഒരാളുമില്ല. എന്നാൽ വഹുവസ് സമീഉൽ ബസീർ, എന്നാൽ അള്ളാഹു എല്ലാം കേൾക്കുന്ന സം എന്ന സിഫത്തുള്ളവനാണ്. അതുപോലെ വൽ ബസീർ, എല്ലാം കാണുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകൾ നിഷേധിക്കുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ ഖുർആൻ അവന്റെ സിഫത്താണ്, അവന്റെ കലാമാണ് എന്നതിനെ നിഷേധിക്കുന്നത്. അങ്ങനെ ആ നിഷേധിക്കുന്ന കാര്യങ്ങൾ സഹോദരങ്ങളെ അതുകൊണ്ടുണ്ടാകുന്ന മഫ്സദത്തുകൾ, അതുകൊണ്ട് ദീനിനുണ്ടാകുന്ന അപകടങ്ങൾ ചെറുതല്ല. ആ അപകടങ്ങളെയാണ് മഹാനായ ഇമാം അഹ്മദ് റഹിമഹുല്ലാ തന്റെ ജീവന്റെ വില നൽകിക്കൊണ്ട് അതിനുവേണ്ടി പോരാടിക്കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഈ വിശ്വാസം അദ്ദേഹം കൃത്യമായി പകർന്നു നൽകിയിട്ടുള്ളത്. എന്താണ് അള്ളാഹുവിന്റെ കലാമിനെ, അത് മഖ്ലൂക്കാണ്, ഖുർആൻ മഖ്ലൂക്കാണ്, സൃഷ്ടിയാണ് എന്ന് പറയുന്നതിന്റെ അപകടം എന്താണ്? സഹോദരങ്ങളെ, പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട അതിന്റെ അപകടങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം സഹോദരങ്ങൾ അള്ളാഹുവിന്റെ സിഫത്തിനെ നിഷേധിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നവനാണ്. വകല്ലമ അല്ലാഹു മൂസ തക്ലീമ, അള്ളാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മൂസയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചിട്ടുണ്ട്. വലമ്മാ ജാഅ മൂസ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ നിർണയിക്കപ്പെട്ട സമയത്ത് വന്നപ്പോൾ അവന്റെ റബ്ബ്
മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ റബ്ബ് അള്ളാഹു അവനോട് സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു കൃത്യമായി പറഞ്ഞു തരികയാണ്. അപ്പോൾ അള്ളാഹു പറഞ്ഞ കാര്യത്തെ നിഷേധിക്കലാണത്. ഖുർആൻ അള്ളാഹുവിന് മഖ്ലൂഖാണെന്ന് പറയുന്നവർ ഒന്നാമതായിട്ട് അള്ളാഹു പറഞ്ഞതിനെ നിഷേധിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഹദീസുകൾ ഖാല റബ്ബുന തബാറക വതആല ഖുദ്സിയായ ഹദീസുകൾ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു സംസാരിച്ചു എന്ന് പറഞ്ഞു, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനൊക്കെ നിഷേധിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ ഖുർആൻ മഖ്ലൂഖാണെന്ന് പറയുന്നവൻ ഒന്നാമത് അള്ളാഹുവിന്റെ സിഫത്ത് കലാമെന്ന് അള്ളാഹു സംസാരിക്കുന്നവനാണ് എന്ന സിഫത്തിനെ നിഷേധിക്കുന്നവനാണ്. അള്ളാഹുവിനെ റസൂലിനെ കളവാക്കുന്നവനാണ്. ഇത് തന്നെ മതിയായ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അള്ളാഹു സംസാരിക്കുകയില്ല എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ജാമിദാത്തുകളോട്, ഇങ്ങനെയുള്ള വസ്തുക്കളോട് ഉപമപ്പെടുത്തുകയല്ലേ. സംസാരിക്കാത്ത വസ്തുക്കളോട് ഉപമപ്പെടുത്തുകയല്ലേ അവൻ. അള്ളാഹു യഥാർത്ഥത്തിൽ ഇങ്ങനെ സംസാരിക്കാത്ത ആളുകളെ, അങ്ങനെയുള്ള ഇലാഹുകളെയാണോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞ് മക്കാ മുശ്രിക്കുകൾ ആക്ഷേപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖൗമിൽപ്പെട്ട ചിലർ ആ പശുക്കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു അവരോട് ചോദിച്ചില്ലേ, അലം യറൗ, അവർ മനസ്സിലാക്കുന്നില്ലേ, അന്നഹു ലാ യുകല്ലിമുഹും വലാ യഹ്ദീഹിം സബീല, ആ പശുക്കുട്ടി അവരോടൊന്നും സംസാരിക്കുന്നില്ല, അവരെ നിർമാർഗത്തിലേക്ക് എത്തിക്കുകയില്ല എന്ന കാര്യം അവർ മനസ്സിലാക്കുന്നില്ലേ. അപ്പോൾ സംസാരിക്കുകയില്ല എന്നുള്ളത്, ആരാധിക്കപ്പെടുന്നവൻ സംസാരിക്കുകയില്ല എന്നുള്ളത് അതൊരു കുറവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മക്കാ മുശ്രിക്കുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിഗ്രഹങ്ങൾ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഹും, അവർ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് കേൾക്കുകയില്ല. ഇനി അവർ കേട്ടാൽ തന്നെ അത് ഉത്തരം ചെയ്യുകയില്ല. ഉത്തരം ചെയ്യാൻ സാധിക്കാതിരിക്കുക, അതിനോട് പ്രതികരിക്കാൻ സാധിക്കാതിരിക്കുക എന്നത് തന്നെ അവർക്കുള്ള ആക്ഷേപമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കലാം ഖുർആൻ അത് മഖ്ലൂഖാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ സംസാരമല്ല എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ അള്ളാഹു സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സാദൃശ്യപ്പെടുത്തുകയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പടപ്പുകളോട് തുല്യപ്പെടുത്തുകയാണ്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അവരറിയാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ തന്നെ അതിനെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ അള്ളാഹു തആല ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ, അള്ളാഹു കുൻ എന്ന് പറയുകയും അതപ്പോൾ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ്. കുൻ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണ്. അള്ളാഹുവിന്റെ സംസാരത്തെ നിഷേധിക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ച ഈ കാര്യങ്ങളെല്ലാം നിഷേധിക്കുന്നത് തുല്യമാണ്. കാരണം അള്ളാഹു സംസാരിച്ചിട്ടില്ല എന്നാണ് ഇവൻ പറയുന്നത്. എന്നാൽ ഈ കണ്ട വസ്തുക്കളെല്ലാം തന്നെ, ഈ കണ്ട പടപ്പുകളെല്ലാം തന്നെ അള്ളാഹു കുൻ എന്ന് പറയുമ്പോൾ അത് ഉണ്ടായിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ സംസാരത്തെ നിഷേധിക്കുന്നവൻ, അള്ളാഹു സംസാരിക്കുന്നവനാണ് എന്ന് നിഷേധിക്കുന്നവൻ അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ തന്നെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അവർ ഖുർആൻ അള്ളാഹുവിന്റെ കലാമല്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഖുർആനിനുണ്ടാകുന്ന മുഴുവൻ തഅലീമുകളും അതിന്റെ മഹത്വങ്ങളെയും അവർ കാറ്റിൽ പറത്തുകയാണ്. അതിനെന്താണ് പോലെ അള്ളാഹുവിന് മറ്റൊരു പടപ്പ് പോലെ ഒരു പടപ്പ് മാത്രമാണ്. ഈ മുസ്ഹഫുകളിലുള്ള വരികൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റു പടപ്പുകൾ പോലെ ഒരു പടപ്പ് മാത്രമാണ്. അതിന് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅ ഈ ഓതി കേൾക്കുന്ന വാക്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണെന്ന് വിശ്വസിക്കുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളാണ് അതിലുള്ളത്. അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ്. അത് അള്ളാഹു പടച്ചൊരു കാര്യമല്ല, അള്ളാഹുവിന്റെ സംസാരമാണത്. അതിന്റെ ഗൗരവം, അതിന്റെ ഗാംഭീര്യം അഹ്ലുസുന്ന മുസ്ലിമീങ്ങൾ നൽകുന്നു. അതിൽ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു, വിലക്കിയിരിക്കുന്നു, അതിന്റെ പ്രാധാന്യം അവർ നൽകുന്നു. എന്നാൽ ഇക്കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പടപ്പ് മാത്രമാണ്. അള്ളാഹുവിന്റെ സംസാരമായി ഗാംഭീര്യത്തോടുകൂടി ഗൗരവത്തോടുകൂടി അത് കാണുകയില്ല. അതുകൊണ്ടാണ് അക്കൂട്ടരിൽ നിന്നും, അത്തരം ജഹ്മിയാക്കളിൽ നിന്നും പിന്നീട് പണ്ഡിതന്മാർ പറഞ്ഞ് അവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്തത്, അവർ ഖുർആനിനെ ഇങ്ങനെ അതിനോട് അങ്ങേയറ്റം അനാദരവ് കാണിക്കുന്നവരായിരുന്നു. കാരണം ഇത് അള്ളാഹുവിന്റെ കലാം അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിന് സ്ഥാനമുള്ളത്? മറ്റൊരു പടപ്പ് പോലെയല്ലേ? അള്ളാഹു സൃഷ്ടിച്ച മരം പോലെ, അള്ളാഹു സൃഷ്ടിച്ച മലകൾ പോലെ, അള്ളാഹു സൃഷ്ടിച്ച കല്ലുകൾ പോലെ എവിടെയും വലിച്ചെറിയാമല്ലോ, നഊദു ബില്ലാഹ്. പക്ഷെ എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ അതിനെങ്ങനെ സ്നേഹിക്കുന്നത്? അതിൽ അള്ളാഹുവിന്റെ കലാമാണുള്ളത്, അത് അള്ളാഹുവിന്റെ പടപ്പല്ല. അത് അള്ളാഹുവിന്റെ പടപ്പല്ല, അള്ളാഹുവിന്റെ കലാമാണ് അതിലുള്ള സംസാരം. സഹോദരങ്ങളെ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്. അതുകൊണ്ടാണ് അവർ അതിനെ ആദരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ അതിനൊരു പവിത്രത നൽകുന്നത്. അതുകൊണ്ടാണ് അവർ അതിലൊരിക്കലും ഒരു തെറ്റും പറ്റുകയില്ല, അതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് പറയുന്നത്. എന്നാൽ ഇക്കൂട്ടർ
ഇത് അള്ളാഹുവിന്റെ മഖ്ലൂക്കാണെന്ന് പറയുക വഴി അതിൽ നഖ്ദ് ചെയ്യാൻ, അതിൽ തെറ്റുകളുണ്ടെന്ന് പറയാൻ അവർക്ക് മടിയില്ലാതായി. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ അവർ അംഗീകരിക്കാത്ത കാര്യമാണ് ഇത് അള്ളാഹുവിന്റെ സംസാരമാണെന്നുള്ളത്. അവർ ഖുർആനിനെ അംഗീകരിക്കും ഏതുപോലെ, ഇത് പണ്ടു മുതൽ 1400 വർഷമായിട്ട് സൂക്ഷിക്കപ്പെടുന്ന എന്തോ ഒരു ഗ്രന്ഥം, അങ്ങനെ പല രൂപത്തിലുള്ള തുറാസുകൾ, ഇങ്ങനെയുള്ള ഹെറിറ്റേജ് ഐറ്റംസ് അങ്ങനെ പലതും ഒക്കെ ഉണ്ടല്ലോ, പണ്ടുണ്ടായിരുന്നത് അതുപോലെ എന്തോന്നു പോലെയാണ് അവർക്ക്. മുസ്ലിമീങ്ങൾക്ക് അതല്ല. മുസ്ലിമീങ്ങൾ അതിനെ ആദരിക്കുന്നത് അള്ളാഹുവിന്റെ സംസാരമാണ് എന്നുള്ളത് കൊണ്ടാണ്. ആ ഒരു ഗാംഭീര്യമാണ് സഹോദരങ്ങളെ ഖുർആൻ അള്ളാഹുവിന്റെ കലാമല്ല എന്ന് പറയുന്നവർ അവർ പറയുന്നത്. അത് സത്യനിഷേധത്തിലേക്ക്, സിന്ദീഖായി പോകുന്നതിലേക്ക് നയിക്കുന്ന കാര്യമാണ്. അക്കൂട്ടരിൽ പലരും ആ വഴിക്ക് തന്നെ പോയവരുമാണ്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റഹിമഹുല്ല ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹു സംസാരിച്ചതാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് നോക്കൂ, അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു വലാ യദ്ഉഫു അൻ യഖൂല ലൈസ ബിമഖ്ലൂഖിൻ, ഖുർആൻ കലാമുള്ള എന്ന് മാത്രം നീ പറയാൻ പാടില്ല, അത് ലൈസ ബിമഖ്ലൂഖ് തന്നെ നീ എടുത്തു പറയണം. എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഒരു ഫിത്ന സംഭവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. കാരണം ചിലർ ഖുർആൻ കലാമുള്ള, അള്ളാഹുവിന്റെ സംസാരം എന്ന് പറയും, മഖ്ലൂക്കാണെന്നുള്ള കാര്യം മഖ്ലൂക്ക് അല്ല എന്നുള്ള കാര്യം മിണ്ടാതിരിക്കും. അങ്ങനെ ആകരുത്, അങ്ങനെ നീ ദൗർബല്യം കാണിക്കരുത്. നീ കൃത്യമായി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം പറയണം, ലൈസ ബിമഖ്ലൂഖ്, അത് അള്ളാഹുവിന്റെ പടപ്പല്ല, അത് അള്ളാഹുവിന്റെ സംസാരമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഖാല ഫഇന്ന കലാമല്ലാഹി ലൈസ ബിബാഇനിൻ മിൻ, അള്ളാഹുവിന്റെ കലാം എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് വേർപെട്ടു പോകുന്ന ഒരു കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ തന്നെയുള്ള അവന്റെ സിഫത്താണത്. അള്ളാഹുവിന്റെ സംസാരം എന്ന് പറയുന്നത് അവന്റെ സിഫത്താണ്. വലൈസ മിൻഹു ശൈഉൻ മഖ്ലൂഖ്, ഖുർആനിൽ ഒരു കാര്യവും അത് പടപ്പായിട്ടൊന്നുമില്ല. ഖുർആനിൽ ഒരു കാര്യവും സഹോദരങ്ങളെ പടപ്പായിട്ടൊന്നുമില്ല. അത് മുഴുവനും അള്ളാഹുവിന്റെ സംസാരമാണ്. വ ഇയ്യാക വ മുനാദറത മൻ അഹ്ദസ ഫീ, ആ വിഷയത്തിൽ പല ബിദ്അത്തുകൾ കൊണ്ടുവന്ന പുതു കാര്യങ്ങൾ കൊണ്ടുവന്ന ആളുകളുണ്ട്. അവരോട് നീ തർക്കിക്കാൻ പോകുന്നു, നീ സൂക്ഷിക്കണം. കാരണം അവർ പല തെറ്റുകളും പറഞ്ഞ് നമ്മൾ അതിലേക്ക് വലിച്ചു കൊണ്ടുപോകും. വമൻ ഖാല ബിൽ ലഫ്ളി വഗൈരിഹി വമൻ വഖഫ ഫീഹി, അതാ ഖുർആൻ അത് ലഫ്ള് കൊണ്ട്, ലഫ്ളി ബിൽ ഖുർആൻ മഖ്ലൂഖ് എന്ന് പറയുന്ന ചിലരുണ്ടായിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ സത്യവും അസത്യവും കൂട്ടിക്കുഴച്ചിട്ടുള്ളൊരു വാക്കാണത്. ലഫ്ളി ബിൽ ഖുർആൻ, ഞാനിപ്പോൾ ഖുർആൻ ഓതുമ്പോൾ എൻ്റെ ഈ ലഫ്ള് അത് മഖ്ലൂഖാണെന്ന് പറയുക. അതിലൊരു സത്യവുമുണ്ട്, ഒരു അസത്യവുമുണ്ട്. അത് രണ്ടും കൂടി കൂട്ടിക്കുഴക്കാനാണ് ജഹ്മിയാക്കൾ ആദ്യ കാലഘട്ടത്തിൽ ഖുർആൻ മുഴുവൻ മഖ്ലൂഖാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് ആളുകൾ അത് വിശ്വസിക്കാതായപ്പോൾ പുതിയ പുതിയ തന്ത്രങ്ങളുമായി വന്നു. അവർ പറഞ്ഞു ലഫ്ലി ബിൽ ഖുർആനി മഖ്ലൂഖ്, ഞാൻ ഖുർആൻ കൊണ്ട് പാരായണം ചെയ്താൽ അത് മഖ്ലൂഖാണ് എന്ന് പറയും. കാരണം ഞാനാണല്ലോ പാരായണം ചെയ്യുന്നത്. പണ്ഡിതന്മാർ അതിന് കൃത്യമായി പറഞ്ഞു. ഇങ്ങനെയുള്ള വാക്കുകൾ അഖീദയിൽ പറയുന്നത് സൂക്ഷിക്കണം. അങ്ങനെയുള്ള വാക്കുകൾ പറയാൻ പാടില്ല. കാരണം ബിദ്അത്തുകാർ ഉപയോഗിച്ച വാക്കാണ്. വ്യക്തമായ വാക്ക് പറയണം. കാരണം ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ലഫ്ലി ബിൽ ഖുർആൻ, ലഫ്ൽ ഖുർആനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മഖ്ലൂഖ് എന്ന് പറഞ്ഞാൽ അത് കുഫറാണ്. ഇനി അതല്ല, ഓതുന്നവന്റെ ശബ്ദമാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ശരിയാണ്. ഓതുന്നവന്റെ ശബ്ദം അത് മഖ്ലൂഖാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ലഫ്ലു ലഫ്ലുൽ ബാരി വസ്സൗതു സൗതുൽ ഖാരി. ഖുർആൻ പാരായണം ചെയ്താൽ, ഒരാൾ ഇമാം നിന്ന് ഖുർആൻ പാരായണം ചെയ്താൽ അതിന്റെ ലഫ്ല് അത് അള്ളാഹുവിന്റെ ആണ്. അത് സംസാരിച്ചത് അള്ളാഹുവാണ്, ഇമാമല്ല. അല്ലെ, അങ്ങനെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കേട്ടു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന് ഞാൻ പറഞ്ഞാൽ ആരാണത് സംസാരിച്ചത്? ഞാനാണോ? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണത് അസ്ൽ സംസാരിച്ചത്? അയാളിലേക്കാണ് സംസാരം ചേർത്തി പറയുക. ഞാനത് നാക്കിലാണ്, നിങ്ങൾക്ക് എത്തിച്ചു തന്ന ആൾ മാത്രമാണ്. ഇമാം അത് ഓതിയാൽ അപ്പോഴും ഖുർആൻ അള്ളാഹുവിന്റെ കലാമ് തന്നെയാണ്. പക്ഷെ ശബ്ദം എന്ന് പറയുന്നത് അത് ഇമാമിൻ്റെതാണ്. മുസ്ഹഫിൽ അത് പ്രിന്റ് ചെയ്താൽ അതിലുള്ള ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അത് പ്രിന്റ് ചെയ്തത് മഷി കൊണ്ടാണെങ്കിലും അതൊരു മഖ്ലൂഖാണെങ്കിലും. പക്ഷെ ഇവർ ഇത്തരത്തിലുള്ള ലഫ്ദി ബിൽ ഖുർആനി മഖ്ലൂഖ് എന്നുണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടും കൂടി ഉദ്ദേശിക്കാനാണ്. അതുകൊണ്ട് ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു അത്തരത്തിൽ നീ പറയാൻ പാടില്ല. അതുപോലെ വമൻ വഖഫ ഫീഹി, വാഖിഫകളുണ്ട്. അവർ പറയും ഖുർആൻ മഖ്ലൂഖാണോ ഗൈറു മഖ്ലൂഖാണോ ഒന്നും ഞാൻ പറയുകയില്ല എന്ന് പറഞ്ഞ തവക്കുഫിന്റെ നിലപാടെടുക്കുക. എപ്പോഴും ഒന്നിലേക്കും ഇല്ല എന്ന് പറഞ്ഞ് തീരുമാനം എടുക്കുന്നത് എപ്പോഴും സൂക്ഷ്മതയുടെ നിലപാടല്ല. ഹക്ക് വളരെ വ്യക്തമായിരിക്കുന്ന സമയത്ത് ഞാൻ ഹക്കിന്റെ കൂടെയില്ല, ഞാൻ ബാത്തിലിന്റെ കൂടെയില്ല, ഞാൻ നടുവിൽ അങ്ങനെ നിൽക്കാന്ന് പറഞ്ഞാൽ അത് വസത്തിയത്തല്ല. വസത്തിയ മധ്യമ നിലപാടെന്ന് പറയുന്നത് ഹക്കിന്റെ കൂടെ നിലനിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ആക്ഷേപിക്കപ്പെട്ടത്. അവർ പറഞ്ഞു ഞാൻ മഖ്ലൂഖാന്നും പറയുന്നില്ല, ഗൈറു മഖ്ലൂഖാന്നും, ഞാൻ ആരോടും ഇല്ല, ഞാനൊരു നിലപാടെടുക്കുക. അല്ല, ഖുർആൻ അള്ളാഹുവിന്റെ മഖ്ലൂഖ് അല്ല എന്ന് എടുത്തു പറയണം. അൽ ഖുർആനു കലാമുല്ലാഹ് ഗൈറു മഖ്ലൂഖ്, അള്ളാഹുവിന്റെ മഖ്ലൂഖ് അല്ല, അള്ളാഹുവിന്റെ സംസാരമാണ് എന്ന് പറയണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ചിലർ പറഞ്ഞു ഫഖാല, വാഖിഫുകൾ പറഞ്ഞു ലാ അദ്രി മഖ്ലൂഖുൻ ഔ ലൈസ ബി മഖ്ലൂഖ്, അത് മഖ്ലൂഖാണോ പടപ്പാണോ അല്ലേ എന്ന് എനിക്കറിയുകയില്ല.
അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. വ ഇന്നമാ ഹുവ കലാമുല്ലാഹ്, അത് അള്ളാഹുവിന്റെ സംസാരം മാത്രമാണ്. ഫഹാദാ സാഹിബു ബിദ്അ മിസ്ലു മൻ ഖാല ഹുവ മഖ്ലൂഖുൻ. അഥവാ ചിലർ പറയുന്നത് മഖ്ലൂക്കാണോ ഗൈറു മഖ്ലൂക്കാണോ എന്ന് എനിക്കറിയില്ല, അള്ളാഹുവിന്റെ കലാമാണെന്ന് മാത്രം പറയുന്നുണ്ടെങ്കിൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു അവനും ബിദ്അത്തുകാരൻ തന്നെ, അവനും ഖുർആൻ മഖ്ലൂക്കാണെന്ന് പറയുന്നവനെ പോലെ ബിദ്അത്തുകാരൻ തന്നെ. വ ഇന്നമാ ഹുവ കലാമുല്ലാഹി ലൈസ ബിമഖ്ലൂഖ് എന്ന് തെളിയിച്ചു പറയണം. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, പടപ്പല്ല എന്ന് പറയണം. അള്ളാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞിട്ട് മഖ്ലൂക്കാണോ ഗൈറു മഖ്ലൂക്കാണോ അത് ഞാൻ പറയില്ല എന്ന് പറഞ്ഞാൽ അവൻ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് അല്ല. കാരണം അവൻ തലാഉബാണ്, കളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവൻ അങ്ങനെയുള്ള വാക്കുകൾ സഹോദരങ്ങൾ ഒരിക്കലും അഖീദയിൽ പറയാൻ പാടില്ല. വിശ്വാസപരമായ കാര്യങ്ങളിൽ രണ്ടിനും സാധ്യതയുള്ള വാക്കുകൾ പറയുക എന്നുള്ളത് ബിദ്അത്തുകാരുടെ ലക്ഷണമാണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് വിശ്വാസ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് കൃത്യമാണ്, ക്ലിയറാണ്, ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടിനും കൂടി സാധ്യതയുള്ള അല്ലെ, ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. ഒരു പൊതുസമൂഹത്തിൽ പറയുമ്പോൾ പൊതുസമൂഹം ഇങ്ങനെ തെറ്റിദ്ധരിക്കണം, എന്നാൽ ഇത് അറിയുന്നവൻ ഇങ്ങനെ തെറ്റിദ്ധരിക്കണം, ഇങ്ങനെ മനസ്സിലാക്കണം. അങ്ങനെയുള്ള വാക്കുകൾ പറയുക, എന്നാൽ പൊതുസമൂഹത്തിൽ വലിയ ആളാവുകയും ചെയ്യാം. എന്നാൽ അഹ്ലുസ് സുന്നത്തിൽ നിന്ന് ഞാൻ പുറത്തു പോയിട്ടില്ല, ഞാൻ ഇതങ്ങനെ മനസ്സിലാകുന്ന രൂപത്തിലാണ് പറഞ്ഞത്. അല്ല, ഹക്ക് മാത്രമേ പറയാവൂ. ഹക്കും ബാത്തിലും കൂട്ടിക്കുഴച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ സംസാരിക്കുക എന്നുള്ളത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ രീതിയല്ല. അത് മുൻപ് കാലത്തെ ബിദ്അത്തുകാർ തുടർന്നു പോന്നിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല റുഅ്യത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം മുതൽ അങ്ങോട്ട് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം ബിഇദ്നില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.